സ്നേഹിതരെ, നമ്മൾ വീണ്ടും ദൈവത്തെയും ദൈവപുത്രനായ ക്രിസ്തുവിനെയും പിതാവ് പുത്രൻ വഴി അയക്കുന്ന സത്യാത്മാവിനെയും അനുഭവിക്കുന്നതിന് വേണ്ടി ഏതാനും മിനിറ്റുകൾ കൂടി ഉച്ചവരെ ഈ പുളിഞ്ഞോൻ ചർച്ചിൽ ഷാജു പാസ്റ്റർ ശുശ്രൂഷ ചെയ്യുന്ന പുളിഞ്ഞോൻ ചർച്ചിൽ ഈ മലബാർ സോണിലെ എല്ലാ സഭകളെയും നയിക്കുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട അബ്രഹാം പാസ്റ്ററോട് ചേർന്ന് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇനിയും നമ്മൾ ഈ ദൈവത്തെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നതിൽ പല കാര്യങ്ങളും അറിയാതിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടാതെ വരരുത്, കിട്ടിയത് തിരിച്ചറിയാതെ വരരുത്. അതിനുവേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചിട്ട് എല്ലാ ശുശ്രൂഷകരും കൂടി അവർക്ക് കിട്ടിയ ദൈവാത്മാവിനെ പകർന്നു തരുവാൻ വേണ്ടി നിങ്ങളുടെ തലയിൽ കൈവെക്കുമ്പോൾ ആ കൈകളിലൂടെ അവരിലേക്കും ദൈവാത്മാവിനെ പകർന്നു നൽകുവാനുള്ള ഒരു കൃപയുടെ യോഗ്യതയ്ക്ക് വേണ്ടി നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം കർത്താവേ, അങ്ങ് മഹത്വമെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, നന്ദി നന്ദി. ദൈവമേ സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, നന്ദി നന്ദി. ദൈവമേ സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകൻ 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ വിവേകത്തിൻ്റെ ആത്മാവ് എന്ന് ദൈവാത്മാവിനെ വിളിക്കുന്നു. യെശയ്യാ 11:2 വിവേകത്തിൻ്റെ ആത്മാവ് ശുശ്രൂഷകർക്ക് മാത്രമല്ല, ദൈവവേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമല്ല, കുടുംബവേല ചെയ്യുന്നവർക്കും വ്യക്തി ജീവിതം പുഷ്ടിപ്പെടുത്തുന്നവർക്കും ദൈവം വിവേകത്തിൻ്റെ ആത്മാവിനെ തരുമെന്ന് യെശയ്യാ 11:2 പറഞ്ഞിട്ട് 11:2 തന്നെ അത് പരിജ്ഞാനത്തിൻ്റെയും ആത്മാവാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ ആത്മീയ ജീവിതത്തിലും അതിൽ പ്രായോഗികമായ വശങ്ങൾ ധാരാളമുണ്ട്. ദൈവവചനത്തെ മനസ്സിലാക്കി പ്രായോഗിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ക്രിസ്തുവിനുണ്ടായിരുന്നിടത്തോളമോ അപ്പസ്തോലനായ പൗലോസ് ഉണ്ടായിരുന്നിടത്തോളമോ ജ്ഞാനോപയോഗവും സാധിച്ചില്ലെങ്കിലും അവരുടെ കൃപയാൽ, ത്രിയേക ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് പരിജ്ഞാനത്തോടു കൂടി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ് പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്. യെശയ്യാ 11:2 പറഞ്ഞതുകൂടാതെ 1 കൊരിന്ത്യർ 12:8 ഈ പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് എന്ന പ്രയോഗം 1 കൊരിന്ത്യർ 12:8 യെശയ്യാ 11:2 യഹോവ ഭക്തിയുടെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. യഹോവയോടുള്ള ഭക്തി അത് ക്രിസ്തുവിനോടുള്ള ഭക്തി തന്നെയാണ്, അത് പരിശുദ്ധാത്മാവിനോടുള്ള ഭക്തി തന്നെയാണ്. എങ്കിലും വളരെ പ്രത്യേകിച്ച് യെശയ്യാ 11:2 യഹോവ ഭക്തിയുടെ ആത്മാവ് എന്നും പ്രയോഗിച്ചിട്ടുണ്ട്. തീർന്നില്ല, ആലോചനയുടെ ആത്മാവ് എന്ന് യെശയ്യാ 11:2 തന്നെ എഴുതിയിരിക്കുന്നു. ആലോചനയുടെ ആത്മാവ് എന്ന്, ബലത്തിൻ്റെ ആത്മാവ് എന്നും കൂടി യെശയ്യാ 11:2 പറഞ്ഞിരിക്കുന്നു. ആലോചനയുടെ ആത്മാവ് എന്ന് പറയുമ്പോൾ ദൈവവേലക്കാർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ സ്പെഷ്യൽ ആലോചന കിട്ടും. ആ ആലോചനയുടെ ആത്മാവ് ദൈവവേലക്കാരായി കുടുംബജീവിതം നയിക്കുന്നവർക്ക് കുടുംബത്തിൽ
അടുക്കള ശുശ്രൂഷ ഉൾപ്പെടെയുള്ള ഏത് ശുശ്രൂഷയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം എന്നുള്ള ആലോചന കിട്ടും. അതിനുള്ള അസഹ്യതയുണ്ടെങ്കിൽ, രോഗമുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബലവും കിട്ടും. ഇത് കൂടാണ്ട് 2 തിമോത്തിൻ്റെ 1:7 2 തിമോത്തേയസ് 1:7 സുബോധത്തിൻ്റെ ആത്മാവ് എന്ന പ്രയോഗവുമുണ്ട്. സുബോധത്തിൻ്റെ ആത്മാവ് 2 തിമോത്തി 1:7. സ്നേഹത്തിൻ്റെ ആത്മാവെന്ന് 2 തിമോത്തി 1:7 റോമർ 5:5 പറഞ്ഞിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ ആത്മാവ് എന്ന് വീണ്ടും 2 തിമോത്തി 1:7 ശക്തിയുടെ ആത്മാവ് എന്ന പ്രയോഗവുമുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളില്ല. വിവേകത്തിൻ്റെ ആത്മാവ് യെശയ്യാവ് 11:2, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് യെശയ്യാവ് 11:2 തന്നെ, യഹോവഭക്തിയുടെ ആത്മാവ് യെശയ്യാവ് 11:2 തന്നെ, ആലോചനയുടെ ആത്മാവ് അതും അതേ വചനത്തിൽ തന്നെ, ബലത്തിൻ്റെ ആത്മാവ് അതേ ആ വചനത്തിൽ തന്നെ, 2 തിമോത്തേസ് 1:7 സുബോധത്തിൻ്റെ ആത്മാവ്, റോമാലേഖനം 5:5 സ്നേഹത്തിൻ്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവെന്ന് 2 തിമോത്തി 1:7. ഇത്രയും പ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ വചനത്തിലുള്ളത് തന്നെ നമ്മുടെ കയ്യിലുള്ള ബൈബിൾ തുറന്നോ, നമ്മുടെ ഫോണിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ബൈബിളിൻ്റെ ഭാഗങ്ങൾ മറിച്ച് നോക്കിയോ നമ്മളിത് കാണുമ്പോൾ നമുക്ക് ഹിതപരിശോധന നടത്താം. വിവേകത്തോടു കൂടി എനിക്ക് വ്യക്തി ജീവിതത്തിൽ മറ്റുള്ളവരോട് പ്രതികരിക്കാൻ പറ്റുന്നുണ്ടോ? സ്റ്റേജിൽ വന്നു കയറി വിവേകത്തോടു കൂടി പ്രസംഗിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ വരങ്ങളെയോ ദാനങ്ങളെയോ ഉപയോഗിക്കാനോ പറ്റുന്നുണ്ടോ? പരിജ്ഞാനത്തോടു കൂടി എൻ്റെ കുടുംബാംഗങ്ങളോട്, ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ ഇവരോട് ബൈബിൾ എടുക്ക്, ഇന്നത് നോക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. പരിജ്ഞാനത്തോടു കൂടി നമുക്ക് അവരോട് പെരുമാറാൻ മാത്രമേ പറ്റുകയുള്ളൂ. അങ്ങനെ പരിജ്ഞാനം നമുക്കുണ്ടോ? ദൈവത്തോടുള്ള ഭക്തി എന്ന് പറയുമ്പോൾ യേശു പഠിപ്പിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അത് യഹോവ ഭക്തിയുടെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിലാണ് നമുക്കങ്ങനെ യഹോവയോട് പ്രത്യേക ഭക്തി തോന്നുകയുള്ളൂ. യഹോവയോടുള്ള പ്രത്യേക ഭക്തി അത് യേശുവിനോടുള്ള ഭക്തിയാണെന്ന് നമുക്ക് പരിജ്ഞാനമുണ്ടെങ്കിൽ, ജ്ഞാനവും ഉണ്ടെങ്കിൽ മനസ്സിലാവും. നമുക്ക് പരിശുദ്ധാത്മാവിനുള്ള ഭക്തിയുമാണെന്ന് നമുക്ക് മനസ്സിലാകും. ആലോചനയുടെ ആത്മാവ് ഞാൻ വീണ്ടും പറയട്ടെ, ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം ഇവിടെ ഓരോരോ ശുശ്രൂഷകൾ 1 മിനിറ്റ് പോലും പാഴാക്കാതെ പാടേണ്ടവർ പാടേണ്ട സമയത്ത് പാടുന്നു, എല്ലാവരും ചേർന്ന് ആരാധിക്കേണ്ടവർ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുന്നു. ദൈവവചനം പാസ്റ്റേഴ്സ് വന്ന് കുറച്ച് നേരം കൊണ്ടോ കൂടുതൽ നേരം കൊണ്ടോ പറയുമ്പോൾ അതെല്ലാം നല്ല ആലോചനയുടെ ആത്മാവ് ഉള്ളതുകൊണ്ടാണ്. എങ്കിലും ഒരേ സമയത്ത് ഒരു 10 പേര് കൂടി പാടുകയും ഓരോരുത്തർ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ അങ്ങനെ നമ്മൾ കണ്ടു. പ്രാർത്ഥിക്കുന്നത് എന്താണ്? ദൈവജനത്തിന് അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. പാടുന്നത് എന്താണ്? പ്രാർത്ഥിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനകത്തുണ്ടായ ആലോചനയിൽ ഒരു സമയം കൊല്ലിയായ ഒരാലോചനയുടെ ആത്മാവാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത്. ബലത്തിൻ്റെ ആത്മാവ് അത് കായികമായ ബലമല്ല, മനസ്സിൻ്റെയും ബലമല്ല. ആത്മാവിൽ ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് കഴുകപ്പെടുന്ന ഒരു ശക്തമായ ഒരു ബലമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൻ്റെ ചില പ്രതിരൂപങ്ങളെക്കുറിച്ചും സാദൃശ്യങ്ങളെക്കുറിച്ചും പറയുവാൻ ഇത് പറ്റിയ അവസരമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാദൃശ്യം അഥവാ പ്രതിരൂപം കാറ്റാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ, യോഹന്നാൻ 3:8 കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു എന്നും അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല,
ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ തന്നെയാകുന്നു എന്ന് ഉത്തരം പറയും. ആത്മാവിനാൽ ജനിച്ചവൻ യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ് കാറ്റിൻ്റെ സ്വഭാവത്തോട് കൂടിയതാണെന്ന്. അതായത് വീണ്ടും ജനനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വ്യക്തമാക്കുവാൻ ക്രിസ്തു ഉപയോഗിച്ച സാദൃശ്യമാണ് കാറ്റ്. വെറുതെ നമ്മൾ കാറ്റെന്ന് പറഞ്ഞ് തള്ളുകയല്ല വേണ്ടത്. ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ നിന്നും എല്ലാവരും അങ്ങനെയാണ് ജനിക്കുന്നത്. അങ്ങനെ ജനിച്ചതിന് ശേഷം ക്രിസ്തുവിൽ നിന്ന് ഒന്നും കൂടി ജനിക്കും. അഥവാ ബൈബിളിൽ നിന്ന് ഗ്രഹിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി ഒന്നും കൂടി ജനിക്കും. ഇതാണ് വീണ്ടും ജനനം. അത് യോഹന്നാനിൽ 3-ാം അധ്യായത്തിൽ 3, 5, 7 എന്നീ വാക്യങ്ങളിൽ സ്പഷ്ടമായിട്ടും കാണിച്ചിട്ടുണ്ട്. കാറ്റെന്ന പ്രയോഗം വരുന്നത് വീണ്ടും ജനനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വ്യക്തമാക്കുവാൻ ക്രിസ്തു ഉപയോഗിച്ച ഒരു സാദൃശ്യമാണ് കാറ്റെന്ന് പറയുന്നത്. കാറ്റിൻ്റെ പല പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവിൽ ദൃശ്യമാണ്. ഒന്നാമതായി കാറ്റ് അദൃശ്യമാണ്, പരിശുദ്ധാത്മാവും അദൃശ്യമാണ്. കാറ്റിൻ്റെ പ്രവൃത്തികളും അവയുടെ ഫലങ്ങളും, കാറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മരങ്ങളെയൊക്കെ കുലുക്കുന്നു. ചെറിയ കൊമ്പുകളും ചിലപ്പോൾ വലിയ കാറ്റാണെങ്കിൽ വലിയ കൊമ്പുകളും എല്ലാം ഒടിഞ്ഞു വീഴുന്നു. അങ്ങനെ കാറ്റിൻ്റെ പ്രവൃത്തികളും അവയുടെ ഫലങ്ങളും ദൃശ്യമാണ്. കാറ്റിൻ്റെ ശബ്ദം കേൾക്കുവാനും അതിൻ്റെ പ്രവർത്തന ഫലം കാണുവാനും ഒക്കെ നമുക്ക് കഴിയും. ഇങ്ങനെ ഒരു വ്യക്തിയുടെ വീണ്ടും ജനനം അദൃശ്യമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഏതു ദിവസം ഏത് സെക്കൻഡിൽ വീണ്ടും ജനിച്ചു എന്ന് നമുക്കാർക്കുമോ മനസ്സിലാവുകയില്ല. വ്യക്തിയുടെ വീണ്ടും ജനനം അദൃശ്യമാണ്. വെറുതെയല്ല യേശു കാറ്റിനോട് പരിശുദ്ധാത്മാവിനെ സാദൃശ്യപ്പെടുത്തിയത്. നിങ്ങൾ ആരെങ്കിലും വീണ്ടും ജനിച്ചിട്ടില്ല എന്ന് സഭയിലെ ഒരു എളിയ ശുശ്രൂഷകന് പറയാൻ പറ്റുകയില്ല. ആ ശുശ്രൂഷകനോട് നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ലെന്ന് തിരിച്ച് നമുക്ക് പറയാൻ പറ്റുകയില്ല. കാരണം അദൃശ്യമാണ് വീണ്ടും ജനനത്തിൻ്റെ അവസ്ഥ. എന്നാൽ വീണ്ടെടുപ്പിൻ്റെ ഫലമായി വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിൻ്റെ ഫലമായി വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന പരിവർത്തനം മറ്റുള്ളവർക്ക് ദൃശ്യമാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അത് മറ്റുള്ളവർക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ തിരുവല്ല ചർച്ചിലേക്ക് വരുമ്പോൾ ഈ മലബാർ സോണിലുള്ള മുഴുവൻ ആളുകൾക്കും കൂടെ കൂടിയ ഈ ഒരു കൂട്ടായ്മയിലുള്ള ഇത്രയും ആളുകളുടെ അത്രയും കൂടെ ആളുകൾ അവിടെ ഇടദിവസങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിലും ഞാൻ പോയി അനുഭവിക്കുന്നതാണ്, പോകാറുള്ളതാണ്. അങ്ങനെ വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ അവിടെ ഒരു പരിവർത്തനം, കാറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്ന ഒരു പരിവർത്തനം വളരെ ശക്തമായിട്ട് ദൃശ്യമാണ്. രണ്ടാമതായി കാറ്റ് ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് വീശുകയാണ്. കാറ്റിൻ്റെ സ്വഭാവം അതാണ്. വീണ്ടും ജനനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സ്വർഗത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. വീണ്ടും ജനനത്തിൽ നമ്മുടെ ഏതെങ്കിലും പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ തലസ്ഥാന നഗരിയിൽ നിന്നോ അല്ല. വീണ്ടും ജനിച്ച മനുഷ്യൻ്റെ ജീവിതത്തിലേക്കുള്ള അനുഭവം അത് സ്വർഗത്തിൽ നിന്നും ഉള്ള അനുഭവമാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 3:31 സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഇനിയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സ്വന്തം ഹിതമനുസരിച്ചുള്ളതാണ്. പക്ഷേ സ്വന്തം എന്ന് പറയുമ്പോൾ വീണ്ടും ജനിച്ച മനുഷ്യൻ്റെ ഇഷ്ടമനുസരിച്ചാണ്. സ്നാനപ്പെടുക എന്നത് വീണ്ടും ജനനത്തിലേക്ക് സഹായിക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ വീണ്ടും ജനിക്കുന്നത് അദൃശ്യമായ ഒരു സംഭവമാണ്. വീണ്ടും ജനിച്ചിട്ട് ആത്മാവിൻ്റെ നിറവും സുവിശേഷത്തിൻ്റെ എരിവും അനുഭവിച്ച പുരുഷന്മാർ, അവരൊരു പാസ്റ്ററായില്ലെങ്കിലും അനുഭവിച്ച സ്ത്രീകൾ, അവരെ ഒരു പ്രത്യേക പാസ്റ്റർ ആരും ആക്കിയില്ലെങ്കിലും അവരുടെ അപ്പനും അമ്മയും അവരുടെ ഭർത്താവും ആര് വിലക്കിയാലും അവരവരുടെ സ്വഭാവം യേശുവിനെ കൊടുക്കുക എന്ന സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കും.
അത് സ്വർഗത്തിൽ നിന്നും അവർക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമായതുകൊണ്ടാണ്. ദൈവം മുൻ നിർണയിച്ചവരെയും മുന്നറിഞ്ഞവരെയും തൻ്റെ ഹിതത്തിനനുസരണമായി ആത്മാവിലൂടെ വീണ്ടും ജനിപ്പിക്കുന്നു എന്നതും കാറ്റ് എന്ന വസ്തുവിനോട് ഉപമിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. കാറ്റിൻ്റെ ശക്തി അത് അമിതമാണ്. പുതിയ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ആത്മാവിൻ്റെ പ്രവർത്തനവും വളരെയേറെ ശക്തിയേറിയതാണ്. നമുക്കത് ഇന്നത് വേണ്ട, ഇന്നത് വേണം എന്നൊന്നും ആരോടും നിർബന്ധമായിട്ട് പറയാൻ പറ്റുകയില്ല. ഇനിയും കാറ്റിനെ പോലെ തന്നെ സാദൃശ്യവൽക്കരിച്ചിരിക്കുന്നു പ്രാവിനോട്. ക്രിസ്തുവിൻ്റെ സ്നാനം സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ക്രിസ്തുവിൻ്റെ മേൽ അവരോഹണം ചെയ്തത് 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 3:16 പ്രാവിൻ്റെ രൂപത്തിൽ ക്രിസ്തുവിലേക്ക് വന്ന കാര്യം മത്തായി 3:16 രേഖപ്പെടുത്തി. മർക്കോസിൽ 1:10 രേഖപ്പെടുത്തി. ലൂക്കോസിൽ 3:22 രേഖപ്പെടുത്തി. യോഹന്നാനിൽ 1:32. അപ്പോൾ മത്തായി 3:16 മർക്കോസ് 1:10 ലൂക്കോസ് 3:22 യോഹന്നാൻ 1:32 പ്രാവിൻ്റെ രൂപത്തിലേക്ക് യേശുവിലേക്ക് വന്ന പരിശുദ്ധാത്മാവിനെ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് വസിക്കുകയും ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുകയും നാം ചെയ്യുമ്പോൾ വിശുദ്ധിയുടെയും നിഷ്കളങ്കതയുടെയും പ്രതീകമായ പ്രാവിനെ നമുക്കിവിടെ കാണിച്ചു തരികയാണ്. പ്രാവ് മറ്റ് പക്ഷികളെ അപേക്ഷിച്ച് വളരെ വിശുദ്ധമായ ഒന്നാണ് എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവർ ആയിരിക്കുവാൻ യേശു ശിഷ്യന്മാരോട് ഉപദേശിച്ചു. മത്തായി 10:16 നിങ്ങൾ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും പാമ്പിനെയും ആ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴയ നിയമകാലത്ത് യാഗത്തോടുള്ള ബന്ധത്തിലും പ്രാവ് പറയപ്പെട്ടിട്ടുണ്ട്. വിലയേറിയ യാഗമർപ്പിക്കുവാൻ കഴിയാതെ ദരിദ്രന്മാർക്ക് ഒരു ഇണക്കുറുപ്രാവിനെ കൊടുക്കുക എന്നെല്ലാം നമ്മൾ ലൂക്കോസിൻ്റെ 2:24 വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ 2:24 2 പ്രാക്കുഞ്ഞിനെയായി യാഗം കഴിക്കുവാനുള്ള അനുവാദം ന്യായപ്രമാണത്തിൽ നൽകിയിട്ടുണ്ട്. ലേവ്യ പുസ്തകം 5:7-11 എന്നീ വാക്യങ്ങളിൽ 2 പ്രാക്കുഞ്ഞിനായി യാഗം കഴിക്കാനുള്ള അനുവാദം ലേവ്യ പുസ്തകത്തിൽ 5:7-11 എന്നീ വാക്യങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും അടുത്ത സാദൃശ്യം പരിശുദ്ധാത്മാവിനെ എണ്ണയോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ ദൈവ ശുശ്രൂഷകളിൽ എണ്ണയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്നു. ശുശ്രൂഷകൾക്ക് സജ്ജമാക്കുന്നതിന് സ്ഥാനാരോഹണ സമയത്ത് പുരോഹിതന്മാരുടെയും ദേഹത്ത് എണ്ണ ഉപയോഗിച്ചിരുന്നു. ലേവ്യ പുസ്തകം 8:30 നമ്മളിത് വായിക്കുന്നു. പ്രവാചകന്മാർക്കും ഈ എണ്ണ ഉപയോഗിച്ചിരുന്നു. ആ കാര്യം യെശയ്യാവ് 61:1-2 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രവാചകന്മാരെയും എണ്ണ ഉപയോഗിച്ചിട്ട് അനുഗ്രഹിച്ചിരുന്നുവെന്ന്. മാത്രമല്ല രാജാക്കന്മാരുടെ കാര്യവും 1 ശമൂവേൽ 10-1 വാക്യത്തിൽ രാജാക്കന്മാരുടെ മേലും ഈ അഭിഷേക തൈലം എണ്ണ പകർന്നിരുന്നു എന്ന് നമ്മൾ കാണുകയാണ്. എണ്ണയാൽ അഭിഷേകം ചെയ്തിരുന്ന കാര്യം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് സോജൻ പാസ്റ്റർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ എണ്ണ എന്ന വാക്ക് മാത്രം ഞാൻ ഇങ്ങോട്ട് എടുത്തതേ ഉള്ളൂ. അഭിഷേക തൈലം എന്ന വാക്കിന് പകരമായിട്ട് കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന സമയത്ത് ഓരോ വിശ്വാസിയും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് രാജകീയ പുരോഹിത ഗണമായി മാറുന്നു. അങ്ങനെ രാജകീയ പുരോഹിത ഗണമായി പരിശുദ്ധാത്മ സ്നാനം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മാറണം എന്ന് ക്രിസ്തുവും പരിശുദ്ധാത്മാവൻ അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നു എന്നതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുകയാണ്. ലൂക്കോസിൻ്റെ 4:18 ക്രിസ്തുവും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ലൂക്കോസ് 4:18, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:27, 10:38 ക്രിസ്തുവും അങ്ങനെ ചെയ്യപ്പെട്ടിരുന്നുവെന്ന് എബ്രായർ 1:9. അപ്പോൾ സമാഗമന കൂടാരത്തിലെ
തങ്ക നിലവിളക്കിന് ഉപയോഗിച്ചിരുന്നത് ഇഷ്ടപ്പെടുന്ന പരിശുദ്ധാത്മാവ് വേണ്ടി ഉള്ള ഒലിവ് എണ്ണയാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. എണ്ണ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സമാഗമന കൂടാരത്തിലെ വസ്തുക്കളുടെ മേൽ തെളിക്കുവാൻ എല്ലാം ഒലിവെണ്ണയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. തിരുനിവാസത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നതിന് അവിടെ ഉള്ള വസ്തു നിലവിളക്കാണ് അവിടെ മുഴുവൻ ഉള്ളത്. ഈ നിലവിളക്ക് അതിൻ്റെ പ്രകാശത്തിലൂടെയാണ് സമാഗമന കൂടാരം പ്രകാശിക്കുന്നതും കൂടാരത്തിലെ ഉപകരണങ്ങൾ ദൃശ്യമാകുന്നതും പുരോഹിതന് ശുശ്രൂഷിക്കുന്നതും എല്ലാം അങ്ങനെയായിരുന്നു. ക്രിസ്തുവിൻ്റെ മഹത്വത്തെ നാം ദർശിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രകാശത്താലാണ്. ഒന്ന് പറയാം ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ഉടനീളം ക്രിസ്തുവിനെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് മാത്രമല്ല, പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രകാശത്താലുമാണ് ക്രിസ്തുവിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. കുഷ്ഠരോഗികളുടെ ശുദ്ധീകരണത്തിന് എണ്ണ ഉപയോഗിച്ചിരുന്നതായിട്ട് നമ്മൾ ലേവ്യ പുസ്തകം 14:17 വായിക്കുന്നു. ലേവ്യ പുസ്തകം 14:17 വിശ്വാസികളെ ഇന്ന് വിശുദ്ധീകരിക്കുന്നത് എണ്ണയല്ല. ചില ശുശ്രൂഷാ കേന്ദ്രങ്ങളിലും പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും ആളുകൾ കുപ്പിയുമായിട്ട് വരികയും ആ കുപ്പിയിൽ എണ്ണ കൊടുത്തു വിടുകയും ആ എണ്ണ രോഗഭാഗങ്ങളിൽ തെളിക്കുകയോ വീട്ടിൽ തെളിക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ രോഗസൗഖ്യം കിട്ടിയതായിട്ട് വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യം ചില ശുശ്രൂഷകന്മാർ ടി വിയിലൂടെയും മറ്റും പറയുന്നുണ്ട്. ഇത് എത്രമാത്രം സത്യവചനത്തിന് യോജിച്ചതാണെന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എണ്ണ എന്നതല്ല പകരേണ്ടത്, പരിശുദ്ധാത്മാവാണ് പകരേണ്ടത്. ഒന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി വെള്ളത്തെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രതിരൂപമായോ സാദൃശ്യമായോ ദൈവം പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. വെള്ളത്തെയും യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37, 38, 39 വാക്യങ്ങൾ നമുക്കെല്ലാം കാണാതെയാണ്. അവിടെ വായിക്കുമ്പോൾ മനസ്സിലാകും, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. വെള്ളത്തെക്കുറിച്ച് പറഞ്ഞുവെങ്കിലും ആത്മാവിനെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ഇങ്ങനെ വെള്ളത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ സാദൃശ്യമായും പ്രതിരൂപമായും വേദപുസ്തകം പറയുന്നു. യോഹന്നാൻ്റെ 7-ാം അധ്യായത്തിലെ 37, 38, 39 വാക്യങ്ങളിലാണ് ആ വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഈ ഭാഗത്ത് വെള്ളം പരിശുദ്ധാത്മാവിൻ്റെ സാദൃശ്യമെന്ന് ക്രിസ്തു വ്യക്തമാക്കുകയാണ് ചെയ്തത്, ദൈവം വ്യക്തമാക്കുകയാണ് ചെയ്തത്. വിശ്വാസിയുടെ ഉള്ളിൽ നിന്നും നിത്യജീവൻ പുറപ്പെടും. ഈ ജീവജലം വിശ്വാസിയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ആ വിശ്വാസിയുടെ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവ്, ഈ ജീവജലം മറ്റുള്ളവർക്ക് ലഭിക്കുകയും അവർ നിത്യജീവൻ അവകാശികളാക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് സുവിശേഷവൽക്കരണം കൊണ്ടുള്ള ഫലമുണ്ടാകുന്നത്. ജഡത്തിൻ്റെ അശുദ്ധി മാറ്റുന്നതിന് വെള്ളം പ്രയോജനപ്പെടുത്തുന്നത് നമുക്കറിയാം. നമ്മൾ എന്നും ചിലർ 2 നേരവും കുളിച്ചെന്നിരിക്കും. വേനൽക്കാലത്ത് പ്രത്യേകിച്ച് 3 നേരവും കുളിക്കുന്നവർ കാണും. ജഡത്തിൻ്റെ അശുദ്ധി മാറ്റുന്നതിന് വെള്ളം തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് വിശ്വാസിയെ കഴുകി ശുദ്ധീകരിക്കുന്നത് വീണ്ടും ജന്മം പ്രാപിക്കുന്നതിന് വെള്ളമാകുന്ന ആത്മാവിനാൽ ജനിക്കണമെന്ന് ക്രിസ്തു നിക്കോദേമോസിനോട് പറഞ്ഞത് യോഹന്നാൻ 3-ാം അധ്യായത്തിൽ ഉണ്ടെന്ന് ഞാൻ ഇനിയും പറയട്ടെ. പഴയ നിയമകാലത്തും ആത്മാവിനെ വെള്ളത്തോട് സാമ്യപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാവ് പറഞ്ഞു, 44:3 ദാഹിച്ചിരിക്കുന്നവർ എന്നോടത്ത് വരട്ടെ, ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിൻ്റെ സന്തതിയുടെ മേൽ എൻ്റെ ആത്മാവിനെയും നിൻ്റെ സമ്മാനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരുമെന്ന് യെശയ്യാവ് 44:3. ഇനി തീ കത്തിക്കണമെന്നും അഗ്നി ഇറക്കണമെന്നുമൊക്കെ ഈ ദിവസങ്ങളിലും ഒരുപക്ഷെ ഒരു 15 കൊല്ലത്തിന് ഇപ്പുറമായിട്ട് നമ്മൾ കൂടെ പറയുന്ന ഒരു കാര്യമാണ്. പെന്തക്കോസ്ത് നാളിൽ
അഗ്നിജ്വാല പോലെ പിളർന്ന നാളുകൾ അവർക്ക് പ്രത്യക്ഷമായി എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 3-ാം വാക്യം കാണുന്നു. അഗ്നി എന്ന പ്രതീകത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി എന്ന് നമ്മൾ കാണുന്നു. അഗ്നിയല്ല, അഗ്നി പോലെ പിളർന്ന നാവുകളാണ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് എന്ന സുവിശേഷ സത്യം ഓർത്തേക്കണം. അഗ്നിയല്ല, അഗ്നി പോലെ പിളർന്ന നാവുകളാണ്. പക്ഷേ പാട്ടുകാർ എഴുതിയതും നമ്മൾ പാടുന്നതും തീ കത്തിക്കണം എന്ന് തന്നെയാണ്. അങ്ങനെ പാടുന്നവർ പാടട്ടെ, പക്ഷെ ഉദ്ദേശിക്കുന്ന അതിൻ്റെ അർത്ഥം അഗ്നിനാവ് പോലെ ഒരു പ്രത്യക്ഷീകരണം ദൈവം തരണമേ എന്നാണ്. പിളർന്നിരുന്നത് കൊണ്ട് അവ അഗ്നി പോലെ കാണപ്പെട്ടു. തീ കത്തിക്കുമ്പോൾ അത് വലിയൊരു ജ്വാലയാണെങ്കിൽ പിളർന്നതുപോലെ ഒരു വശത്തേക്കും മറ്റ് 2-3 വശങ്ങളിലേക്കുമൊക്കെ തീജ്വാല പിളർന്നിരിക്കും. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആ ശിഷ്യന്മാരുടെ മേൽ പതിഞ്ഞത് ഒരു നാവുകൾ, അഗ്നിനാവുകൾ വന്ന് അവരുടെ മേൽ പതിക്കുന്നത് പോലെ തന്നെയായിരുന്നു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവരുടെ മേൽ ഉണ്ടായ അഗ്നിക്ക് സദൃശമായ ഒരു പ്രത്യക്ഷത, അവരുടെ മേൽ കത്താനുള്ളതെല്ലാം കത്തിപ്പോവുകയായിരുന്നു. അത് പാപം മാത്രമല്ല, അത് ദുഃഖം മാത്രമല്ല, അത് ഇല്ലായ്മകളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമല്ല, അതെല്ലാം കത്തിപ്പോവുകയായിരുന്നു. പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മനസ്സിലാക്കുന്നവർക്ക് ചില പ്രത്യേക സൂചനകൾ ലഭ്യമാണ്. കർത്താവിൻ്റെ സാന്നിധ്യം പുറപ്പാട് പുസ്തകം 3:2 ഈ അഗ്നിജ്വാല പ്രത്യക്ഷപ്പെടുന്നത് പോലെ നിങ്ങൾക്കും എനിക്കും പ്രത്യക്ഷപ്പെട്ടാൽ അതാണ് കർത്താവിൻ്റെ സാന്നിധ്യം എന്ന് പുറപ്പാട് 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു. ലേവ്യ പുസ്തകം 9:24 അത് കർത്താവിൻ്റെ അംഗീകാരമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 9:24 കർത്താവിൻ്റെ സംരക്ഷണമാണെന്ന് പുറപ്പാട് പുസ്തകം 13:21 അത് കർത്താവിൻ്റെ സംരക്ഷണമാണ്. മാത്രമല്ല ലേവ്യ പുസ്തകം 10:2 അത് ന്യായവിധിയെക്കുറിച്ചുള്ള ഓർമ്മിപ്പിക്കലാണ്. അത് നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ്, അത് നമ്മുടെ വെടിപ്പാക്കലാണ് എന്നെല്ലാം അഗ്നി എന്നും തീ എന്നും പറയുമ്പോൾ അതിനർത്ഥമുണ്ട്. അത് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയട്ടെ, കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ അംഗീകാരം, കർത്താവിൻ്റെ സംരക്ഷണം, ന്യായവിധി, വിശുദ്ധീകരണം, വെളിപ്പാക്കൽ എന്നെല്ലാം അർത്ഥമുണ്ട്. ക്രിസ്തു പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു. മത്തായി 3:11 നമുക്കത് കാണാം. ക്രിസ്തുവിനെക്കുറിച്ചാണ് പറഞ്ഞത്, പരിശുദ്ധാത്മാവിന് തീയിലുമെന്ന്. പ്രസ്തുത അഗ്നി എന്താണെന്നതിനെക്കുറിച്ച് വ്യാഖ്യാന പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒരു വ്യാഖ്യാനമനുസരിച്ച് പെന്തക്കോസ്ത് നാളിൽ ഈ പ്രവചനം പൂർണ്ണമായി നിറവേറി. അതെ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകിച്ചും പറയുന്ന ആ പെന്തക്കോസ്ത് നാളിൽ ഈ പ്രവചനം പൂർണ്ണമായി നിറവേറി. മറ്റൊരു വ്യാഖ്യാനമനുസരിച്ച് പരിശുദ്ധാത്മ സ്നാനം പെന്തക്കോസ്ത് നാളിൽ നിറവേറി. അതിനെയാണ് ഇങ്ങനെ അഗ്നി എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന്. പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മാവിൽ നിറയുക, കവിയുക, ഒഴുകുക എന്നൊക്കെ ഉള്ളതിന് ബൈബിളിൽ പ്രത്യേകിച്ച് പറയുന്ന വാക്ക് പരിശുദ്ധാത്മ സ്നാനം എന്നാണ്. അത് വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനമല്ല, പരിശുദ്ധാത്മാവിൽ മുങ്ങിയുമുള്ള ആ സ്നാനത്തെക്കുറിച്ചാണ്. എന്നാൽ കൃപായുഗം മുഴുവൻ നിലനിൽക്കുന്ന വിശുദ്ധീകരണ പ്രവർത്തനവും ഇതോടുകൂടി ഉദ്ദേശിക്കുന്നു. നമുക്കറിയാം, പണ്ട് പലതരം യുഗങ്ങൾ പലരും പ്രസംഗിക്കുമ്പോൾ വരുന്നതാണ്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഇപ്പോൾ ഉള്ളത് കൃപായുഗമാണ്. ഈ കൃപായുഗത്തിൽ പാപബോധമുണ്ടായാൽ, പശ്ചാത്താപമുണ്ടായാൽ, യേശുവിനെ രക്ഷകനായി ഉള്ളിൽ സ്വീകരിച്ചാൽ പാപങ്ങളെല്ലാം മോചിക്കപ്പെടും നമുക്കറിയാം. ഇത് പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നത് കൊണ്ടാണ് പാപബോധം നമുക്കുണ്ടാകുന്നത്. യോഹന്നാൻ 16:8 അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഏതാനും പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി അച്ചാരം എന്ന വാക്കുണ്ട്, മുദ്ര എന്ന വാക്കുണ്ട്, വസ്ത്രധാരണം എന്ന വാക്കുണ്ട്, ദാസൻ എന്ന വാക്കുണ്ട്, മുള എന്ന വാക്കുണ്ട്. ഇങ്ങനെയുള്ള അനേകം പരിശുദ്ധാത്മാവിൻ്റെ സാദൃശ്യങ്ങളെക്കുറിച്ചും പ്രതിരൂപങ്ങളെക്കുറിച്ചും പറഞ്ഞാൽ നിങ്ങൾ
ഇന്നും ഇന്നലെയും വിശ്വാസ സ്നാനമേറ്റവരല്ല. നമ്മുടെ സഭയ്ക്ക് തന്നെ 15-നും 20-നിടയ്ക്ക് വർഷങ്ങൾ പഴക്കമായി. ഇനിയും ഇത് എല്ലാം അറിയാൻ സാധിക്കാതെ ഇരുന്നാൽ നമ്മുടെ അയൽവാസിയോട്, നമ്മുടെ വീട്ടിലുള്ളവരോട് അവരുടെ ഒരു ബൈബിൾ സംശയം ചോദിച്ചാൽ എന്ന് പറയേണ്ടി വരരുത്. യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായിട്ട് ബിബ്ലിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം എന്ന കാര്യത്തെക്കുറിച്ച് ഇത്തിരി പറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു അവസ്ഥ അമൂർത്തമാണ് എന്ന് പറഞ്ഞാൽ ദൃശ്യപ്രപഞ്ചം പിതാവായ ദൈവത്തിൻ്റെ ആളത്വം ഗ്രഹിക്കുന്നതിന് പുത്രൻ വെളിപ്പെടുത്തണം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സഹകരിക്കണം. നമ്മുടെ ദൈവം ആരാണ് എന്നത് ഒന്ന് മനസ്സിലാക്കി തരണമെങ്കിൽ പരിശുദ്ധാത്മാവും അമൂർത്തമാണെങ്കിൽ തന്നെയും ക്രിസ്തു വഴിയുള്ള ജഡധാരണം ക്രിസ്തുവിൻ്റെ ആളത്വത്തിന് മതിയായ തെളിവാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തിന് ഒരു അനുഭവമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരിക എന്ന സംഭവമാണ് ഉള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളും പേരുകളുമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പുതിയ നിയമത്തിലെ വന്ദനങ്ങളിലും സംബോധനകളിലുമെല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ഉപയോഗിക്കുന്നത് നമുക്കറിയാവുന്നതാണ്. ആത്മാവിനെ കുറിക്കുന്ന ഗ്രീക്ക് പദം ന്യൂമ എന്നാണ്. മലയാളത്തിൽ എഴുതി ചന്ദ്രക്കലയിട്ട് പി ന്യൂമ. അതാണ് ആത്മാവിനെ കുറിക്കുന്ന ഗ്രീക്ക് പദം. ആത്മാവിനെ കുറിക്കുന്ന ഗ്രീക്ക് പദത്തിന് ന്യൂമ എന്ന് ഉച്ചരിച്ചാൽ മതി. എഴുതുമ്പോൾ ന്യൂമ, അത് ഗ്രീക്ക് പദമാണ്. അതിനെ ഇംഗ്ലീഷവൽക്കരിക്കുമ്പോൾ ന്യൂമാറ്റോളജി എന്ന് പറയും. അത് പരിശുദ്ധാത്മ ശാസ്ത്രമാണ് ന്യൂമാറ്റോളജി. ആളത്വത്തിൻ്റെ തെളിവുകളായിട്ട് നമുക്കിപ്പോൾ പറയുവാൻ സാധിക്കുന്നത് ന്യൂമാറ്റോളജിയിൽ നിന്നുള്ള കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ സത്യാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവത്തിൽ നിന്ന് മാത്രമാണെന്ന് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് പിന്നെ യോഹന്നാൻ 16:13-14-15 യോഹന്നാൻ 16:13-14-15 സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം എന്നത് സകല സത്യത്തിനും വഴി നടത്തുന്നതാണ്. വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളിൽ ഓരോ പുസ്തകങ്ങൾക്കകത്തും നിഗൂഢമായ സത്യങ്ങളുണ്ട്. എല്ലാ പുസ്തകങ്ങളും കൂടുമ്പോൾ ത്രിത്വത്തെക്കുറിച്ചുള്ള സത്യവും ക്രിസ്തു വഴിയുള്ള രക്ഷ എന്ന സത്യവുമുണ്ട്. ഇതെല്ലാം പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ ഒരിക്കലും പരിശുദ്ധാത്മാവ് അങ്ങനെ സ്വയമായി സംസാരിക്കുകയില്ല. അത്ര വ്യക്തിത്വമുള്ള ദൈവമാണെങ്കിൽ പോലും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഇതാണ് നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തിൻ്റെ സവിശേഷതയായി കണ്ടുപിടിക്കുന്നത്. വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത്, യേശു പറയുകയാണ്, യേശുവിനുള്ളതിൽ നിന്ന് എടുത്ത്, യേശുവിനുള്ളത് പിതാവിനുള്ളത് തന്നെ, പിതാവിനുള്ളതും പുത്രനുള്ളതും ഒന്ന് തന്നെ. അതുകൊണ്ട് യേശു പറയുകയാണ്, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും പരിശുദ്ധാത്മാവ്, പിതാവിനെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളതും. അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞത്. ഇത്രയുമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 13 മുതൽ തിരുവെഴുത്തുകളിൽ പറയുന്നത്. ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ പരിശുദ്ധാത്മാവൻ നിറഞ്ഞത് അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉള്ളിൽ അന്യഭാഷയിൽ സംസാരിക്കാൻ 1 വാക്കോ 2 വാക്കോ 10 വാക്കോ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ സ്പഷ്ടമായിട്ടോ അസ്പഷ്ടമായിട്ടോ പറഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ദർശനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ദർശനങ്ങളുടെ അനുഗ്രഹം
അത് മനസ്സിലും ഹൃദയത്തിലും സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കണം. നിങ്ങൾക്ക് പ്രവചനങ്ങൾ കിട്ടുകയാണെങ്കിൽ ഈ ക്ലാസ്സിനൊരു ശല്യമായതുകൊണ്ട് അപ്പോൾ അത് പറയിപ്പിക്കുന്നില്ലെങ്കിലും ഇത്തിരി കഴിയുമ്പോൾ അത് പറയിപ്പിക്കുവാൻ ദൈവം അനുവദിക്കുന്നത് പോലെ ചെയ്യും. അതെ, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുള്ള ശുശ്രൂഷ നടക്കുമ്പോൾ പരലിലൂടെ ദൈവവചന പ്രഘോഷണങ്ങൾ നടന്നു. ഏറ്റവും അവസാനം അബ്രഹാം പാസ്റ്ററിലൂടെ ശുശ്രൂഷകൾ വളരെ ഗംഭീരമായിട്ട് നടന്നു. ആ സമയത്ത് ഈ കെട്ടിടത്തിലെ ഈ മുറി മുഴുവനും ദൂതന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് ചിലർ അവർക്ക് കിട്ടിയതിനോട് പറഞ്ഞു. ഏറ്റവും സ്പഷ്ടമായിട്ട് ദൂതന്മാരെ കണ്ടതുപോലെ ബേബിച്ചൻ പാസ്റ്റർ എന്നോട് പറഞ്ഞ് ഞങ്ങൾ ഒരിക്കൽ രഹസ്യമായിട്ടിരുന്ന് ദൈവത്തെ സ്തുതിച്ചു. ഞാൻ എന്തിനാണിത് പറയുന്നത്? അതായത് പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം എന്ന് പറയുന്നത് സത്യത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പിതാവിൻ്റെയും ഒരുപക്ഷെ ദൂത സാന്നിധ്യത്തിലൂടെയും ഒക്കെയാകും. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ത്രിത്വത്തിൽ പരിശുദ്ധാത്മാവിനുള്ള ആ സ്പഷ്ടതയും കൂടെ കാണിക്കുകയാണ്. മത്തായി 28:19 നമ്മളെല്ലാവരും കേൾക്കുന്നത് പോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും എന്ന് നമ്മൾ കാണുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ ഒരു സാധ്യത എന്ന് പറയുന്നത് എന്താണോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എന്ന് തന്നെയാണ് ആശീർവാദ വചനങ്ങൾ ഉൾപ്പെടെയെല്ലാം. പിതാവിൻ്റെയും പുത്രൻ്റെയും ദേവസ്യ മുല്ലക്കരുടെയും നാമത്തിൽ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളാരും ഇവിടെ ഇരിക്കുകയില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും സോജൻ പാസ്റ്ററുടെയും നേതൃത്വത്തിൽ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇരിക്കുകയില്ലെന്ന് മാത്രമല്ല, നമ്മൾ കുറച്ച് പിറുപിറുക്കുക തന്നെ ചെയ്യും. ഇവിടെ ക്രിസ്തുവിൻ്റെ ആളത്വം എന്ന് പറയുന്നതിനേക്കാൾ സവിശേഷതയുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം എന്ന് ഞാൻ പറയുകയാണ്. പരിശുദ്ധാത്മാവിനെയും ശക്തിയെയും വേർതിരിച്ച് പറയുന്നു. കർത്താവിനെ ദൈവം പരിശുദ്ധാത്മാവിന് ശക്തിയാലും അഭിഷേകം ചെയ്തെന്നു അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10:38. അത് സ്പഷ്ടമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10:38 കർത്താവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും റോമാലേഖനം 15:18 പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും എന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഉച്ചരിച്ച് ശക്തി പറയപ്പെട്ടിരിക്കുന്നു. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്ര എന്ന് സൈന്യങ്ങളുടെ യഹോവ സെരുബ്ബാബേലിനോട് അരുളി ചെയ്യുന്നുവെന്ന് സെഖര്യാവ് പറഞ്ഞിരിക്കുന്നു 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ. സെഖര്യാ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ സെരുബ്ബാബേലിനോട് അരുളി ചെയ്തു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനൊരു ആളത്വമുണ്ട്. ആ ആളത്വത്തിൻ്റെ സവിശേഷ ഭാവങ്ങൾ പരിശുദ്ധാത്മാവിനുണ്ട് എന്നത് അത് തീർച്ചയായിട്ടും ബുദ്ധി പരിശുദ്ധാത്മാവിന് ഉള്ളതായിട്ട് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യത്തിൽ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിവാക്കിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അതുകൊണ്ടും തന്നെ ദൈവത്തിനുള്ളത് ദൈവമല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ഇങ്ങനെ ബുദ്ധിപരമായി ഒരു ഇംഗ്ലീഷിൻ്റെയോ മാത്തമാറ്റിക്സിൻ്റെയോ പ്രൊഫസർ അദ്ദേഹം പഠിച്ചിട്ടുള്ള ഡിഗ്രിക്കും പോസ്റ്റ് ഗ്രാജുവേഷനുമൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ കൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രായോഗിക ജീവിതത്തിൽ അദ്ദേഹം പലതും കണക്ക് ചെയ്തും കാര്യങ്ങൾ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുമെല്ലാം ബൗദ്ധികമായിട്ട് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യുന്നു. ഇതുപോലെ തന്നെ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം റോമാലേഖനം 8:27 റോമാലേഖനം 8:27 ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് യേശു എല്ലാവർക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്നുവെന്ന് 1 തിമോത്തി 2:5 യേശു എന്ന മധ്യസ്ഥനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യേശു എന്ന മധ്യസ്ഥനെക്കുറിച്ച് ലേഖനങ്ങളിൽ
സ്പഷ്ടമായും പറഞ്ഞിരിക്കുന്നു. എന്നാൽ അതേപോലെയുള്ള ലേഖനത്തിൽ തന്നെ റോമാലേഖനം 8:27 സ്പഷ്ടമായും പറയുകയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ദൈവത്തെ അവതരിപ്പിക്കാൻ വന്ന ആദ്യ കാര്യസ്ഥനാണ് യേശു. മറ്റൊരു കാര്യസ്ഥൻ അത് പരിശുദ്ധാത്മാവാണ്. അത് 2 തരത്തിലോ 3 തരത്തിലോ കാര്യസ്ഥന്മാരാവുകയല്ല, എപ്പോഴും കാര്യസ്ഥന്മാരാകും. യേശുവും നമ്മുടെ കാര്യസ്ഥനാണ്. സ്വർഗത്തിൽ ഇപ്പോൾ ഇരുന്ന് പിതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പുത്രൻ. അതുകൂടാണ്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ത്രിത്വം വന്ന് വസിക്കുമ്പോൾ ആ ത്രിത്വത്തിലെ ക്രിസ്തു നമുക്കൊക്കെ വേണ്ടിയും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ സഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ സ്തുതിക്കുവിനെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ സ്തുതിച്ചു പോകുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിർബന്ധിക്കുകയാണ്. അത് മറ്റൊരു കാര്യസ്ഥനായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കുന്നതിനും നമുക്ക് വേണ്ടി അത് വെളിപ്പെടുത്തുന്നതിന് കഴിവുള്ള ബുദ്ധിയോടുകൂടിയ ആളത്വമാണ് പരിശുദ്ധാത്മാവ്. അതൊരു ബുദ്ധിപരമായ കഴിവുണ്ട്. ആ ആളത്വത്തിൻ്റെ സവിശേഷം അതാണ്. ആ ആളത്വത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന ആളത്വത്തിൻ്റെ രണ്ടാമത്തെ സവിശേഷത അതിന് ആ ആത്മാവിന് ഇച്ഛാശക്തിയുണ്ട്. അതായത് താൻ ഇച്ഛിക്കുന്നത് പോലെ അവനവന് അതത് വരം കൊടുത്ത് നൽകുന്ന ഒരേ ആത്മാവ് തന്നെ. 1 കൊരിന്ത്യർ 12:11 ഇച്ഛിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുന്ന വരം ഏതാണോ ആ അതത് വരമാണ് നമുക്ക് നൽകുന്നത്. ദൈവവചനം പ്രഘോഷിക്കുവാനും ഒരു സഭയെ നന്നായിട്ട് കൊണ്ടുപോകാനും നമ്മുടെ സഭയിൽ എത്രയോ പാസ്റ്റർമാരുണ്ട്. അവർ ദൈവത്തിൻ്റെ ആത്മാവ് ഇച്ഛിക്കുന്നു അത്. എന്നാൽ ചില പാസ്റ്റർമാർക്ക് സ്പെഷ്യലായിട്ട് ദർശനവരങ്ങളോ പ്രവചനവരങ്ങളോ പിന്നെ അന്യഭാഷാ വരങ്ങളോ ഒക്കെ പ്രത്യേകമായിട്ട് കൊടുക്കുന്നു. അവരതിനെ ഉപയോഗിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. അതുകൊണ്ട് ഇച്ഛാശക്തി ഉണ്ട് പരിശുദ്ധാത്മാവിന് എന്ന് 1 കൊരിന്ത്യർ 12:11 കാണുന്നു. പരിശുദ്ധാത്മാവിന് ഇച്ഛാശക്തിയും ഉണ്ട് എന്ന്. ഇനി നമ്മൾ മനഃപൂർവ്വം 1 കൊരിന്ത്യർ 13 അനുസരിച്ച് സ്നേഹിക്കാമെന്ന് വിചാരിച്ചാൽ സ്നേഹിക്കാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവിന് സ്നേഹമെന്ന പ്രത്യേക അടയാളമുണ്ട്. അത് റോമാലേഖനം 15:32 പ്രത്യേകിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. റോമാലേഖനം 15:32 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിൻ്റെ സ്നേഹത്തെയും ഓർപ്പിച്ചുകൊണ്ടാണ് അവിടെ ആശീർവാദ വചനം പറയുന്നത്, ആ പ്രത്യേക സ്ഥലത്ത് മാത്രം. ഇനി പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തിലെ ഒരു കാര്യമാണ് സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. സഭ, അതായത് ആ സഭയിൽ എല്ലാ നന്മയും ഉണ്ടാകണം. നന്മയെന്ന് ഉദ്ദേശിക്കുന്നത് പണത്തെ മാത്രം അല്ല, കുടുംബത്തിലെ സ്വസ്ഥതയെ കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. ദൈവവചനത്തോട് ബന്ധപ്പെടുത്തിയും മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയൊരു നന്മ അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് നെഹമ്യാവിൻ്റെ പുസ്തകം 9:20 നെഹമ്യാവിൻ്റെ പുസ്തകം 9:20 ആ നന്മയെക്കുറിച്ചുള്ള നല്ല സൂചനയുണ്ട്. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയും ചെയ്യും. അതാണ് അടുത്ത ആ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത. എഫേസ്യ ലേഖനം 4:30 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ അത് ഗൗരവമുള്ള കാര്യമാണ്. ദുഃഖിപ്പിച്ചാൽ തിരിച്ച് ദുഃഖിപ്പിക്കുമെന്നുള്ളതല്ല, തിരിച്ച് നമ്മളെ തകർത്ത് കളയുമെന്നുള്ളതല്ല. നമുക്കിവിടെ സുവിശേഷത്തിൻ്റെ ജ്ഞാനം പകർന്നു കിട്ടുമ്പോൾ നമ്മൾ ആ ജ്ഞാനത്തോട് സഹകരിക്കുകയാണ് വേണ്ടത്. ഇനി പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തിൻ്റെ പ്രവൃത്തികൾ വളരെ കൂടുതലാണ്. ഒന്നാമത് പരിശുദ്ധാത്മാവ് ആരാഞ്ഞു ഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 2:10 ആ സത്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 2:10 പരിശുദ്ധാത്മാവ് ആരാഞ്ഞു ഗ്രഹിക്കുന്നു. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു.
ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. 1 കൊരിന്ത്യർ 2:10. ഇനി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. അതാണ് പിന്നെ ആളത്വത്തിൻ്റെ പ്രവൃത്തികളിൽ 3-ാമത്തേത്. അതായത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വചനത്തിലും 11-ാം വചനത്തിലും 17-ാം വചനത്തിലും 29-ാം വചനത്തിലും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് സോജൻ പാസ്റ്റർ കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, 11-ാം വാക്യം, 17-ാം വാക്യം, 28-ാം വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, ഇവിടെയെല്ലാം പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നു. ഇനി പരിശുദ്ധാത്മാവിൻ്റെ ആ ആളത്വത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വിളിക്കുക എന്നുള്ളത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ, ഗലാത്യർ 4:6, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അപ്പോൾ വിളിക്കുന്നു, സ്വപുത്രൻ്റെ ആത്മാവിനെ തന്നുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുകയാണ്. ഇന്നലെയും മിനിയാന്നും ഇന്നുമെല്ലാം നമ്മൾ അപ്പാ 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 എന്ന് വിളിക്കുന്നു. അബ എന്ന വാക്കിന് പകരമായിട്ട് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച് എപ്പോഴും അപ്പ എന്ന് പിതാവിനെ വിളിക്കുന്നുണ്ട്, യേശുവിനെ വിളിക്കുന്നുണ്ട്. അത് എത്രയോ ശ്രദ്ധേയമാണ്. ഈ വിളിക്കുന്ന, പ്രാർത്ഥിക്കുമ്പോഴൊന്ന് വിളിപ്പിക്കുന്ന തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വമാണ്. അവർ കർത്താവിനെ ആരാധിച്ചും അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13:2 അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13:2 അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. മറ്റാരെങ്കിലും പറഞ്ഞതായിട്ടല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞു അവരെ എൻ്റെ വേലയ്ക്കായിട്ട് വിളിക്കുവാൻ വേണ്ടി. അപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് വിളിക്കുന്നു. ഇനി പറഞ്ഞയക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് പറഞ്ഞയക്കുകയും ചെയ്യും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13:4 വാക്യം പറഞ്ഞയക്കുന്നു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെല്യൂക്കിയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി. അപ്പോൾ എങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞയക്കുകയാണ്. പരിശുദ്ധാത്മാവ് അത് ചെയ്യിക്കും. ഇനി അടുത്തത് പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം, അവൻ സാക്ഷ്യം പറയുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ 15:26 ചെല്ലുമ്പോഴാണ് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നു എന്ന് നമ്മൾ കാണുകയാണ്. യോഹന്നാൻ 15:26 ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. കണ്ടോ, സത്യാത്മാവ് സാക്ഷ്യം പറയും. യേശുവിനെക്കുറിച്ചാണെങ്കിലും സത്യാത്മാവ് മാറി നിന്ന് സാക്ഷ്യം പറയുമെന്ന് യോഹന്നാൻ 15:26 അവൻ മധ്യസ്ഥം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തിലെ മറ്റൊരു സവിശേഷതയാണ് അവൻ മധ്യസ്ഥത ചെയ്യുന്നു എന്നുള്ളത്. റോമാലേഖനം 8:26 സ്പഷ്ടമായിട്ടും അത് പറഞ്ഞിരിക്കുന്നു. റോമർ 8:26 ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ട പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. നമുക്ക് വേണ്ടി സാക്ഷാൽ പരിശുദ്ധാത്മാവ് മധ്യസ്ഥത ചെയ്യുകയാണ്. അതെ, അങ്ങനെ ചെയ്യുന്നു. കൂടാതെ ഉപദേശിക്കുന്നു. ഇനി പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തിലെ മറ്റൊരു സ്വഭാവമാണ് ഉപദേശിക്കുന്നു. യോഹന്നാൻ 14:26 അവൻ ഉപദേശിക്കുന്നവനാണ് എന്ന് യോഹന്നാൻ 14:26 നമ്മൾ കാണുന്നു. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും, എന്തെങ്കിലും ചെറിയ ഒരു കാര്യമല്ല, സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അങ്ങനെ അവൻ ഉപദേശിക്കുന്നു എന്ന് യോഹന്നാൻ 14:26 നമ്മൾ കാണുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8:29 അവൻ കൽപ്പിക്കുന്നു എന്ന് നമ്മൾ കാണുകയാണ്. പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8:29 ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് കൽപ്പിച്ചു പറഞ്ഞു.
നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. അതൊരു കൽപ്പനയായിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8:29. ഇനി പരിശുദ്ധാത്മാവ് നടത്തുന്നു. റോമാലേഖനം 8:14 പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നു. ദൈവാത്മാവ് ആത്മാവിനാൽ നടത്തുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന്. അപ്പോൾ ദൈവാത്മാവ് നടത്തുന്നു. ദൈവാത്മാവ് നടത്തുന്നവരാണ്. കാലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നടപ്പല്ല, ജീവിതത്തിൻ്റെ കാര്യമാണ് പ്രത്യേകിച്ച് പറഞ്ഞത്. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഇനി പരിശുദ്ധാത്മാവ് അത്ഭുതവും പ്രവർത്തിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പീലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. പീലിപ്പോസിനെ കർത്താവിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി എന്ന് ആ സ്നാനാനന്തരം നമ്മൾ വായിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8:39. ഇനി പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:28 അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:28 നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയം മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചു. ആ വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിയോഗിക്കുകയാണ്. 5 പേരാണോ 50 പേരാണോ 500 പേരാണോ 5000 പേരാണോ ആ ആട്ടിൻകൂട്ടത്തിലുള്ള വിശ്വാസികളാകുന്ന ആടുകൾ എന്ന് നോക്കാതെ പരിശുദ്ധാത്മാവ് നിയോഗിക്കുകയും കൂടെ ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത്. ഇതുകൂടാണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധം വരുത്തും. യോഹന്നാൻ 16:7-8 വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വാദിക്കും. അത് കോടതിയിലായാലും എവിടെയായാലും പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വാദിക്കും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം പറയുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വാദിക്കും. ഇനി ഈ ആളത്വത്തോട്, പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തോട് ചെയ്യുന്ന പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്നതായി പറഞ്ഞിരിക്കുകയാണ്. ആളത്വത്തോട് ചെയ്യുന്ന പ്രവൃത്തികൾ അത് സാക്ഷാൽ പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്നതാണ്. അത് ചില ആളുകൾ പരിശുദ്ധാത്മാവിനോട് മത്സരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ 63:10 യെശയ്യാ പ്രവാചകൻ 63:10 എന്നാൽ അവർ മത്സരിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. യെശയ്യാ പ്രവാചകൻ 63:10 പരിശുദ്ധാത്മാവിനോട് മത്സരിക്കുന്ന കാര്യമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7:51 നമുക്കിത് കാണാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7:51 ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ. കണ്ടോ, ശാഠ്യക്കാരെന്ന് പറയുന്നു. ചില കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ ആത്മീയ കാര്യങ്ങളാണെങ്കിലും കുടുംബത്തിലെ കാര്യങ്ങളാണെങ്കിലും ഭയങ്കര ശാഠ്യം പിടിച്ചു കളയും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7:51 പറയുകയാണ്, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. ഇങ്ങനെ പരിശുദ്ധാത്മാവിന് മത്സരിക്കുന്ന ആ ഒരു സംഭവം നമ്മുടെ സ്മരണയിൽ അബ്രഹാം പാസ്റ്റർ തന്നെ ആരംഭ പ്രഭാഷണത്തിൽ, മനോഹരമായ ആ പ്രഭാഷണത്തിൽ ഈ കാര്യങ്ങൾ നന്നായിട്ട് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5:3 ആത്മാവിനോട് വ്യാജം കാണിക്കുന്ന കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 5:3 അനന്യാസിനോട് പറയുകയാണ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറേ എടുത്ത് വെപ്പാനും സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അങ്ങനെ പരിശുദ്ധാത്മാവിന് വ്യാജം ചിലർ കാണിച്ചേക്കാം എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5:3 മത്തായിയുടെ സുവിശേഷം 12:31 ആത്മാവിനെതിരെ ദൂഷണം പറയുന്ന കാര്യം പറഞ്ഞിരിക്കുന്നു. മത്തായി 12:31 അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിനോട് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. മത്തായിയുടെ സുവിശേഷം 12:31 ഇനി ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യം എഫേസ്യ ലേഖനം 4:30 വീണ്ടും പറയുന്നു. എഫേസ്യ ലേഖനം 4:30 അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആരും ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അങ്ങനെ അവനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്നു. ഇനിയും ആത്മാവിനെ അനുസരിക്കുന്ന കാര്യം
അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10 പറയുന്നു. 19, 20, 21 വാക്യങ്ങൾ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10, 19, 20, 21 വാക്യങ്ങൾ. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട് 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോക എന്ന് പറഞ്ഞു. പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കൽ ഇറങ്ങിച്ചെന്നു. ഇങ്ങനെ ആത്മാവിനെ അനുസരിക്കണം നമ്മൾ. ഒരു ദൈവദാസൻ എന്നല്ല, ദൈവദാസി എന്നല്ല, വീണ്ടും ജനിച്ചവരൊക്കെയും ആത്മാവിനെ അനുസരിക്കും. തീർച്ചയായും ആത്മാവിനെ അനുസരിക്കും. ഇനി ആത്മാവിനെ നിന്ദിക്കുന്ന കാര്യം ആ ആളത്വത്തോട് ചെയ്യുന്ന ഒരവസ്ഥയാണ്. അത് നമ്മൾ എബ്രായ ലേഖനം 10:29 കാണുന്നു. എബ്രായ ലേഖനം 10:29 ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമായ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പിൻ എന്ന് എബ്രായർ 10:29. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് വിവിധ ആളത്വങ്ങളോടും ബന്ധമുണ്ട്. തീർച്ചയായിട്ടും ബന്ധമുണ്ട്. ത്രിത്വ ബന്ധം, പരിശുദ്ധാത്മാവിനുള്ള ആ ത്രിത്വ ബന്ധം എല്ലാം കൊണ്ടും പ്രത്യേകതയുള്ളതാണ്. അത് മത്തായി 28:19 പ്രത്യേകിച്ചും ആ ആശീർവാദ വചനത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കൊടുക്കണമെന്നും ഞാൻ നിങ്ങളിൽ പഠിപ്പിച്ചതെല്ലാം പോയി പഠിപ്പിക്കണമെന്നുമെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. 1 കൊരിന്ത്യർ 13:14 ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും എല്ലാം നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇനിയും എത്രയോ മനസ്സിലാക്കാൻ ഉള്ളതുകൂടെ മനസ്സിലാക്കിച്ച് കഴിഞ്ഞിട്ട് പാപ്പൻ ഉൾപ്പെടെയുള്ള ദൈവദാസന്മാർ ഞാനും സഹകരിക്കാം. ഒന്ന് നിങ്ങളുടെ തലയിൽ കൈവെക്കുമ്പോൾ വാട്ട് ഈസ് ഇറ്റ് എന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ഈ സമയത്ത് ഈ ക്ലാസ് എടുക്കേണ്ടി വരുന്നത്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു എന്നുള്ള, അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്ന് പറയണ്ട, എളിമപ്പെടാം. എൻ്റെ ബുദ്ധിയിൽ തോന്നിക്കുകയും എൻ്റെ അറിവിൽ ബോധ്യപ്പെടുത്തി തരികയും ചെയ്തതനുസരിച്ചാണ് ഞാനിപ്പോൾ ഈ സമയം ഇവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം, ഈ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം, ആ ഒരു കാര്യം പരിശുദ്ധാത്മാവെന്ന് മാത്രം പറഞ്ഞു പോകുമ്പോൾ ആ ദൈവത്വത്തെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതെ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ദൈവമെന്ന് അവിടെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ പത്രോസ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറേ എടുത്തു വയ്പ്പാനും സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കുന്നത് എന്തിനാണ്? അത് വിൽക്കും മുമ്പേ നിൻ്റേതായിരുന്നുവല്ലോ, വിറ്റ ശേഷവും നിൻ്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചതെന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്ര നീ വ്യാജം കാണിച്ചത്. അങ്ങനെയാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവിനോടാണ് വ്യാജം കാണിച്ചെന്ന് പറയാതെ ദൈവത്തോടാണ് നീ വ്യാജം കാണിച്ചെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് വേദപുസ്തകത്തിൽ അവിടെ തെളിയിക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും പരിശുദ്ധാത്മാവിനുണ്ട് എന്ന് എബ്രായ ലേഖനം 9:14 വായിച്ചാൽ അവൻ്റെ നിത്യത്വം, പിതാവിൻ്റെ നിത്യത്വം പോലെ, പുത്രൻ്റെ നിത്യത്വം പോലെ പരിശുദ്ധാത്മാവിൻ്റെ നിത്യത്വം എബ്രായ ലേഖനം 9:14 ജഡിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷി നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് നിത്യത്വമുള്ളവനാണ്. ദൈവത്തിൻ്റെ 20ഓളം പ്രത്യേകതകൾ ഇന്നലെ രാവിലെ 11 മണിക്കുള്ള ക്ലാസ്സിലെ ആണെന്ന് തോന്നുന്നു ഞാൻ വെളിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. അതിലൊന്നാണ് ദൈവത്തിൻ്റെ സർവ്വവ്യാപകത്വം എന്നുള്ളത്. പരിശുദ്ധാത്മാവിനും സർവ്വവ്യാപകത്വം ഉണ്ട് എന്ന് സങ്കീർത്തനങ്ങൾ 139-7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് പോടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നീയുണ്ട്. നിൻ്റെ കൈ എന്നെ നടത്തും, നിൻ്റെ വലം കൈ എന്നെ പിടിക്കും. ഈ ഒരു
വാക്യം പോലെ എത്രയോ വാക്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പിന്നെയും സർവ്വവ്യാപകത്വത്തെക്കുറിച്ച്, പിതാവായ ദൈവത്തിനും പുത്രനായ യേശുവിനുമുള്ള ആ സർവ്വവ്യാപകത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സർവ്വശക്തിയെക്കുറിച്ച് ലൂക്കോസ് 1:35 ലൂക്കോസ് 1:35 പരിശുദ്ധാത്മാവിൻ്റെ സർവ്വശക്തിയെക്കുറിച്ച്, അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിനെന്ന് വിളിക്കപ്പെടും. അങ്ങനെയാണ് ലൂക്കോസ് 1:35. ഇയ്യോബിൻ്റെ പുസ്തകത്തിലും അങ്ങനെ ഒരു വാക്യം, അത് 33-ാം അധ്യായം 4-ാം വാക്യം. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 33-ാം അധ്യായം 4-ാം വാക്യം, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. സർവശക്തൻ എന്ന് പരിശുദ്ധാത്മാവിനെ പറഞ്ഞിരിക്കുകയാണ്. സെഖരിയ പ്രവാചകൻ 4:6 സെഖരിയ പ്രവാചകൻ 4:6 സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സർവശക്തിയുടെ കാര്യം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സർവജ്ഞാനത്തിൻ്റെ കാര്യം നമുക്ക് പറയാതിരിക്കേണ്ട. അതെ, 1 കൊരിന്ത്യർ 2:10-11 വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 2:10-11 വാക്യങ്ങൾ നമുക്കോ ദൈവത്തിൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അതുകൊണ്ടും തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ആ സവിശേഷതകൾ കൂടി നമ്മൾ അറിയേണ്ടത് തന്നെയാണ്. ദൈവിക പ്രവൃത്തികൾ, ദൈവം ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ, അത് പരിശുദ്ധാത്മാവും അതിൽ സഹകരിച്ചിട്ടുണ്ട്, പുത്രനായ യേശുവും സഹകരിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് സൃഷ്ടിക്കുന്ന കാര്യം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് സൃഷ്ടിക്കുന്നത് കാണാം നമുക്ക്. അതായത് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സൃഷ്ടിയുടെ ജോലിയാണ്. പ്രപഞ്ച സൃഷ്ടിയിൽ ദൈവിക ത്രിത്വം ഉൾപ്പെടുന്നതായി അത് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ദൈവവചനം അഥവാ ക്രിസ്തു എന്നിവരെക്കുറിച്ചുള്ള സൂചന സൃഷ്ടിപ്പിൻ്റെ വിവരണത്തിൽ സ്പഷ്ടമായിട്ടുണ്ട്. അതിനാൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവിക ത്രിത്വത്തിൽ 3-ാമത്തെ ആളത്വമായ പരിശുദ്ധാത്മാവ് തന്നെയാണ്. ജീവൻ്റെ രൂപീകരണത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ബന്ധം ചെറുതൊന്നുമല്ല. എൻ്റെ പ്രാണൻ, ഇയ്യോബ് പറഞ്ഞതാണ് അതിന് ഉപോത്ബലകമായൊരു വാക്യം. 27-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ഇയ്യോബ്, എൻ്റെ പ്രാണൻ മുഴുവനും എന്നിലും ദൈവത്തിൻ്റെ ശ്വാസം എൻ്റെ മൂക്കിലും ഉണ്ടല്ലോ. ആ ശ്വാസം എന്ന് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. അതുപോലെ സങ്കീർത്തന പുസ്തകം 33:6 സങ്കീർത്തന പുസ്തകം 33:6 ഇങ്ങനെയാണ്, യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി എന്ന് പറഞ്ഞുകൊണ്ട് ആ ശ്വാസം എന്ന് പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ ഉദ്ദേശിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 104:30 നീ നിൻ്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. സങ്കീർത്തന പുസ്തകം 104:30. ഇതെല്ലാം ദൈവപ്രവൃത്തികൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളാണ് എന്നുള്ളതാണ്. ഇനി തിരുവെഴുത്തുകളുടെ കർത്തൃത്വം, പിതാവിന് ഇതിൽ പങ്കില്ലെന്ന് ഞാൻ പറയുകയല്ല, പുത്രൻ ഇതിൽ പങ്കില്ലെന്ന് പറയുകയല്ല. എന്നാൽ 2 തിമോത്തി 3:16 എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണെന്ന് പൗലോസ് എഴുതുന്നു. എല്ലാ തിരുവെഴുത്തും. അപ്പോൾ തിരുവെഴുത്തുകളുടെ കർത്തൃത്വം പരിശുദ്ധാത്മാവിൽ എത്തിക്കുകയാണ്. പ്രവചനത്തിൻ്റെ കർത്തൃത്വത്തെക്കുറിച്ച് പത്രോസ് ഇപ്രകാരം എഴുതുന്നുണ്ട്. 2 പത്രോസ് 1:21 പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം പറയുന്നതും വ്യക്തിപരമായ ജീവിതത്തിലെ ഏതെങ്കിലും പ്രധാന സന്ദർഭങ്ങളെ ഏതെങ്കിലും പാസ്റ്റർമാരല്ലാത്തവരോ മറ്റുള്ളവർ പറയാൻ ഇടയാകുന്നതെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചവരാണ് അത് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. 2 പത്രോസ് 1:21 തിരുവെഴുത്തുകളുടെ ഉൽപ്പത്തി മനുഷ്യൻ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് എന്ന്, പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് തിരുവെഴുത്തുകളിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി ക്രിസ്തുവിൻ്റെ ജനനത്തിലും
പരിശുദ്ധാത്മാവിൻ്റെ സഹകരണമുണ്ടായിരുന്നു എന്ന് ലൂക്കോസ് 1:35 നമ്മൾ വായിക്കുന്നു. പരിശുദ്ധാത്മാവാണ് വീണ്ടും ജനിപ്പിക്കുന്നത് എന്ന് യോഹന്നാൻ 3:3, 5, 7 വാക്യങ്ങളിൽ നമ്മളെയൊക്കെ വീണ്ടും ജനിപ്പിച്ചത് പരിശുദ്ധാത്മാവാണെന്ന്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം ഒട്ടും കുറയ്ക്കുവാൻ പാടില്ല എന്ന് തിരുവെഴുത്തുകളെ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. പ്രിയപ്പെട്ടവരെ, പിതൃത്വവും നമ്മുടെ ജനനം ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ പിതൃത്വമാണ് പ്രത്യേകിച്ചുള്ളത്. രണ്ടാമത്തേത് നമ്മുടെ വീണ്ടും ജനനമാണ്. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പുറപ്പെടലും. പുറപ്പാട് പുസ്തകം അതൊരു പുറപ്പെടലിൻ്റെ, ഇസ്രായേൽ ജനത്തിൻ്റെ പുറപ്പെടൽ മാത്രമല്ല, ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് പുറപ്പെടൽ നടത്തുകയാണ് ചെയ്തത്. റോമാലേഖനം 8:9 നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് നമ്മൾ പലവരായി പറഞ്ഞത് കേട്ടു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കുറച്ചധികം പ്രവർത്തനങ്ങളെ പറയുവാൻ വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഒത്തിരിയായിരുന്നു. അതായത് ലൂക്കോസ് 1:35 ക്രിസ്തുവിൻ്റെ ജഡധാരണത്തിന് കാരണമായി തീർന്നത് പരിശുദ്ധാത്മാവാണെന്ന് ഗബ്രിയേൽ ദൂതൻ മറിയയോട് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം. അത് ലൂക്കോസ് 1:35 പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിന് ശക്തി നിൻ്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിനെന്ന് വിളിക്കപ്പെടും. അതുപോലെ ലൂക്കോസ് 4:18 സ്നാന സമയത്ത് ഒരു പ്രത്യേക വിധത്തിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ മേൽ പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നത് നമ്മൾ കാണുകയാണ്. യോസേഫിനെ ഈ വൃത്താന്തം അറിയിച്ചത് അതേ ഗബ്രിയേൽ ദൂതൻ തന്നെയാണെന്ന് മത്തായി 1:20 നമ്മൾ കാണുകയാണ്. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ക്രിസ്തു നൽകിയ രക്ഷയുടെ കാര്യത്തിൽ ക്രിസ്തു വീണ്ടും ജനിപ്പിക്കൽ നൽകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പരിശുദ്ധാത്മ സ്നാനം, അതിനെപ്പറ്റി അല്പം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. 1 കൊരിന്ത്യർ 12:13 വാക്യത്തിലേക്ക് വരാം. 1 കൊരിന്ത്യർ 12:13 വാക്യം. ശരീരം ഒന്നും അതിനവയവം പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരമായിരിക്കുന്നത് പോലെ ആകുന്നു. ക്രിസ്തുവും യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും. ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കുറേ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുന്നൊന്നല്ല. പരിശുദ്ധാത്മാവിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞതും ഇവിടെ എല്ലാ പാസ്റ്റർമാരും നമ്മളോട് ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ആ ദൈവത്തിൻ്റെ വചനം, ആ വചനമാകുന്ന വെള്ളം, ആ വചനമാകുന്ന അഭിഷേകത്തിൻ്റെ തൈലം നമ്മുടെ മേൽ എല്ലാവരുടെ മേലും തെളിക്കുന്ന കാര്യമാണ് അവിടെ പ്രത്യേകിച്ച് പറയുന്നത്. മാനസാന്തര സമയത്ത് ആണ് പരിശുദ്ധാത്മ സ്നാനം നടക്കുന്നത് എന്ന് പൊതുവെ നമ്മൾ വിശ്വസിക്കപ്പെടുന്നു. പലർക്കും അങ്ങനെ ഉണ്ട്. ജ്ഞാനസ്നാന സമയത്ത് പരിശുദ്ധാത്മ സ്നാനവും നടക്കും. ആത്മസ്നാനത്തിലൂടെ ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായി മാറുന്നു. ഇപ്പോൾ ഒട്ടും നടക്കാൻ വയ്യാത്ത 2-3 പേർ ഇപ്പോൾ ഈ ചർച്ചിനകത്തുണ്ട്. അവർ വടികുത്തിയും അല്ലെങ്കിൽ അവരുടെ മക്കൾ പിടിച്ചുകൊണ്ട് ഇരുത്തിയും ഒക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ അവരുടെ ഉള്ളിലും പരിശുദ്ധാത്മാവുണ്ട്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവർ അന്യഭാഷ പറയുന്നുണ്ടോ, ദർശനം കാണുന്നുണ്ടോ എന്നൊന്നും അല്ല നമ്മൾ നോക്കേണ്ടത്. അവർ ദൈവവചനം പ്രസംഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവർ സ്നാനമെടുത്തവരാണ്. അവർ യേശുവിനെ രക്ഷിതാവും ദൈവവുമായിട്ട് ഏറ്റെടുത്തവരാണ്. അവർക്കും ഈ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ പരിശുദ്ധാത്മ സ്നാനം ഒരു പ്രത്യേക ടൈമിൽ നടന്നു എന്നോ, പ്രത്യേക സ്ഥലത്ത് വെച്ച് നടന്നു എന്നോ, പ്രത്യേക ആൾ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ നടന്നു എന്നോ പറയുന്നില്ല. ഇത് കൃപായുഗത്തിനുള്ള ഒരു വലിയ പ്രത്യേകതയാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്. ഇത് കൃപായുഗമാണ്. മറ്റൊരു യുഗത്തിലും പരിശുദ്ധാത്മ സ്നാനം നടന്നായി തെളിവില്ല. അതായത് നമ്മൾ പഴയ നിയമത്തിൽ ഒക്കെ പല പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ടെങ്കിലും അവിടെയൊന്നും പരിശുദ്ധാത്മ സ്നാനം നടന്നതായിട്ട് കാണുന്നില്ല. 1 കൊരിന്ത്യർ 12:13 ഏകാത്മാവിൽ സ്നാനപ്പെട്ടത് ഏക ശരീരത്തിൽ അംഗമാകുന്നതിന് വേണ്ടിയാണ്. ഏകാത്മാവിൽ സ്നാനപ്പെട്ടത് ഏക ശരീരത്തിൽ അംഗമാകുന്നതിന് വേണ്ടിയാണെന്ന് 1 കൊരിന്ത്യർ 12:12
13 സ്പഷ്ടമായും പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മ സ്നാനവും പരിശുദ്ധാത്മ അഭിഷേകവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാനൊന്ന് പറയട്ടെ. ചില പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തിക്ക് നൽകിയിരിക്കുന്ന ഔദ്യോഗിക നിയമന കർമ്മമാണ് അഭിഷേകം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ ദിവസങ്ങളിൽ 1 യോഹന്നാൻ 2:27 പ്രത്യേകമായിട്ട് പറഞ്ഞു. അപ്പോൾ അവനാൽ പ്രാപിച്ച അഭിഷേകമെന്ന്, അതൊരു പ്രത്യേക ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരു വ്യക്തിക്ക് നൽകിയിരിക്കുന്ന ഔദ്യോഗികമായ നിയമന കർമ്മത്തെയാണ് പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറയുന്നത്. അഭിഷേകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ അഭിഷേകമെന്ന് എടുത്തു പറയുന്നതും തമ്മിലും പ്രയോഗത്തിൽ അല്പം വ്യത്യാസമുണ്ട്. പഴയ നിയമകാലത്തും പ്രവാചകന്മാരെ അഭിഷേകം ചെയ്തിരുന്നു എന്ന് 1 ദിനവൃത്താന്തം 16:22 പറയുന്നുണ്ട്. അതുപോലെ പുരോഹിതന്മാരെയും പഴയ നിയമകാലത്ത് അഭിഷേകം ചെയ്തിരുന്നെന്നും പുറപ്പാട് പുസ്തകം 28:41 മറ്റു പല വചനങ്ങളും നമ്മൾ കാണുന്നു. അതുപോലെ രാജാക്കന്മാരെയും അഭിഷേകം ചെയ്തിരുന്നു. 1 ശമൂവേൽ 9:16 രാജാക്കന്മാരെയും അഭിഷേകം ചെയ്തിരുന്നു എന്ന് 1 ശമൂവേൽ 9:16. അപ്പോൾ ഈ 3 പദവികളും, അതായത് പ്രവാചകനും പിന്നെ രാജാവിനും പുരോഹിതനും കൊടുക്കുന്ന ഈ സ്പെഷ്യൽ ഗിഫ്റ്റ്, ഈ 3 പദവികളും ക്രിസ്തുവിനുണ്ട്. പരിശുദ്ധാത്മ അഭിഷേകത്തോടുള്ള ബന്ധത്തിൽ അഭിഷേകം എന്ന പ്രയോഗം പുതിയ നിയമത്തിൽ 7 ഭാഗങ്ങളിലായി 8 പ്രാവശ്യം പ്രത്യേകിച്ച് പ്രയോഗിച്ചിട്ടുണ്ട്. ലൂക്കോസിൻ്റെ 4:18 ഈ അഭിഷേകം എന്ന പ്രയോഗം ക്രിസ്തുവിൽ ഈ പ്രവാചക ജോലിയും രാജാവിൻ്റെ ജോലിയും പുരോഹിത ജോലിയും ഉള്ളതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ 4:18. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങളിൽ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങളിൽ, 10-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ, എബ്രായ ലേഖനം 1:8-9 വാക്യങ്ങളിൽ, 2 കൊരിന്ത്യർ 1:21 വാക്യത്തിൽ, 1 യോഹന്നാൻ 1:20 2:27 ഇങ്ങനെ അനേകം സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മ അഭിഷേകം എന്ന പ്രത്യേക സംഭവമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ അഭിഷേകമാണ് ഇതിനെല്ലാം കാരണമായിട്ടുള്ളത്. യേശുക്രിസ്തുവാണ് അവൻ്റെ ജനനത്തോടുകൂടി പ്രവാചകന്മാരുടെ പ്രവാചകനായത്, പുരോഹിതന്മാരുടെ പുരോഹിതനായത്, രാജാക്കന്മാരുടെ രാജാവായത്. പിതാവായ ദൈവമാണ് പുത്രനായ ക്രിസ്തുവിനെ അഭിഷേകം ചെയ്തത്. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. കർത്താവെന്ന് യേശു പറഞ്ഞത് പിതാവിനെ ഉദ്ദേശിച്ചാണ്. ലൂക്കോസ് 4:18 ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതായി യെശയ്യാ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു വെളിപ്പെടുത്തുകയായിരുന്നു. ന്യായാധിപ സംഘത്തിൻ്റെ അടുക്കൽ നിന്നും മടങ്ങി വന്ന പത്രോസും യോഹന്നാനും കഴിച്ച പ്രാർത്ഥനയിൽ ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങളിൽ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ. നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിൻ്റെ പരിശുദ്ധദാസന് വിരോധമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:26-27. അഭിഷേകം ചെയ്യുന്നത് പഴയ നിയമത്തിൻ്റെ രീതിയിൽ തലയിലാണ്. അതുകൊണ്ടാണ് ഇന്നും പലരും ദേഹത്തെല്ലാം കെട്ടിപ്പിടിച്ച് അഭിഷേകം പകരുമെന്ന് പറയുന്ന ശുശ്രൂഷകന്മാർ കേരളത്തിൽ തന്നെ ഇന്ന് പലരുമുണ്ട്. നിങ്ങളും യൂട്യൂബിലൂടെ അങ്ങനെ പലതും കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ അഭിഷേകം ചെയ്യുന്നത് തലയിലാണ് എന്ന് പുറപ്പാട് പുസ്തകം 29:7 വചനത്തിലുള്ളതാണ്. പുറപ്പാട് പുസ്തകം 29:7 അഭിഷേകം ചെയ്യുന്നത് തലയിലാണെന്ന് ലേവ്യ പുസ്തകം 8:12, ലേവ്യ പുസ്തകം 8:12, ലേവ്യ പുസ്തകം 21:10, സങ്കീർത്തനം 23:5, സങ്കീർത്തനം 23:5, സങ്കീർത്തനം 133:2. അങ്ങനെ തലയല്ലാതെ ശരീരത്തെ അഭിഷേകം ചെയ്യുകയില്ല. വചനപ്രകാരം അങ്ങനെ ചെയ്യില്ല. സഭ എന്ന ശരീരത്തിൻ്റെ തലയായ ക്രിസ്തുവിനെ അഭിഷേകം ചെയ്തതുകൊണ്ട് ശരീരത്തെ അഭിഷേകം ചെയ്യേണ്ടതില്ല. തലയായ ശരീരത്തിൻ്റെ തന്നെ തലയിൽ അഭിഷേകം ചെയ്യുമ്പോൾ പിന്നെ അത് ഉടൽ മുഴുവനും വ്യാപിക്കും. ക്രിസ്തുവിൽ വിശ്വസിച്ച സഭ എന്ന ശരീരത്തിൻ്റെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഒന്ന് പറയാം, ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സൗജന്യ രക്തത്താലുള്ള രക്ഷയിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ.
ക്രിസ്തുവിന് ലഭിച്ച അതേ അഭിഷേകം നമുക്ക് പിതാവായ ദൈവത്താൽ പുത്രന് ലഭിച്ച അതേ അഭിഷേകം തന്നെ നമുക്കും കിട്ടും. തന്മൂലം ആത്മാഭിഷേകം എന്നതിനെക്കുറിച്ച് നമ്മളൊരു തർക്കത്തിനോ ഒരു വാദത്തിനോ ഒന്നും പോകേണ്ട. ഞങ്ങളെ 2 കൊരിന്ത്യർ 1:21 ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. 2 കൊരിന്ത്യർ 1:21 ഞങ്ങളെ നിങ്ങളോടുകൂടി ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അപ്പം നമ്മളെ ഇവിടെ ഉറപ്പിച്ച് ഇരിക്കുന്ന ആ കസേരയിൽ ഇരിക്കുന്ന കാര്യം മാത്രമല്ല, നമ്മളെ ക്രിസ്തുവിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. പല പാസ്റ്റർമാരും ആത്മാഭിഷേകം ചർച്ചിൽ വന്നിട്ട് ഉറപ്പിക്കപ്പെട്ടിട്ടും അവർക്ക് ഇവിടെ സ്ഥിരത കിട്ടിയില്ല, അവർ പോകേണ്ടി വന്നു. ചില വിദേശ രാജ്യങ്ങളിലും കേരളത്തിൻ്റെ വെളിയിലുള്ള ചില സ്റ്റേറ്റുകളിലും ദൈവസഭയെ സ്ഥാപിക്കുവാൻ ദൈവം നമ്മുടെ കൂട്ടായ്മയെ ഉപയോഗിച്ചെങ്കിലും അതെല്ലാം ഉറപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. സഭ സ്ഥാപിക്കാൻ വേണ്ടി പോയ ദൈവദാസന്മാരെ ഉറപ്പിച്ചു എങ്കിലും അവരവിടെ ഉറപ്പിക്കപ്പെട്ടില്ലായിരുന്നു. അതുകൊണ്ടെല്ലാം അതിൽ പലതും കൊഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇനി പരിശുദ്ധാത്മാവിൻ്റെയും പിതാവിൻ്റെയും പുത്രൻ്റെയും ഉൾവാസത്തെക്കുറിച്ച് നമുക്കൊരു സംശയവും വേണ്ട. രക്ഷിക്കപ്പെടുന്ന സമയം പരിശുദ്ധാത്മാവ് വ്യക്തിയിൽ വാസം തുടങ്ങും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും ജനനത്തെ തുടർന്ന് ഉടൻ തന്നെ ആ വീണ്ടും ജനനത്തിൻ്റെ തൊട്ടടുത്തുള്ള സമയത്ത് അത് സംഭവിക്കും. പുതിയ സൃഷ്ടി തന്മൂലം വളരുകയാണ്. നമ്മളൊരു പുതിയ സൃഷ്ടിയായി തീരുകയാണ്. ശരീരം ദൈവാത്മാവിൻ്റെ മന്ദിരമായി വാഴും എന്ന് 1 കൊരിന്ത്യർ 6:19 പറയുകയാണ്. അത് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉൾവാസം ചെയ്യുന്നതുകൊണ്ടാണ്. അതിന് സംശയിക്കേണ്ട ആവശ്യമില്ല. യോഹന്നാൻ്റെ 14-ാം അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 16-17 വാക്യങ്ങളിൽ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അത് എഫേസ്യ ലേഖനം 1:13-14 എടുത്തു പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ മുദ്രണവും നമ്മളിൽ നടക്കുമെന്ന്. രക്ഷയുടെ ഭദ്രത നിത്യമാണെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര കൊണ്ടാണ്. 2 കൊരിന്ത്യർ 1:22 ഈ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര എന്ന് പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഉൾവാസം ഉണ്ടെന്ന് പറഞ്ഞെന്ന് ഓർത്തും, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ഉണ്ടെന്ന് പറഞ്ഞെന്ന് ഓർത്തും, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞതോർത്തും, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ഉണ്ടെന്ന് പറഞ്ഞതോർത്തും പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നു എന്ന് പറയുന്നതിന് കുറവില്ല. നിറയ്ക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. എഫേസ്യ ലേഖനം 5:18-19 വാക്യത്തിൽ, എഫേസ്യ ലേഖനം 5:18-19 വാക്യത്തിൽ, വീഞ്ഞു കുടിച്ച് മത്തനാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ വരങ്ങളാലും തമ്മിൽ സംസാരിച്ചു എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ആത്മാവ് നിറയൽ. പറഞ്ഞേ ഹല്ലേലൂയ. അത് ക്രിസ്തീയ ജീവിതത്തിലും ക്രിസ്തുവിനെ കൊടുക്കുന്നിടത്തും കുടുംബ ജീവിതത്തിലുമെല്ലാം ഈ ആത്മാവ് നിറയൽ എന്ന അനുഭവമുണ്ട്. വീഞ്ഞു കുടിക്കുന്നവൻ വീഞ്ഞിൻ്റെയും, ആത്മാവ് നിറഞ്ഞവൻ ആത്മാവിൻ്റെയും നിയന്ത്രണം കാണിക്കും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ പലരും മദ്യം അഥവാ വീഞ്ഞ് നേരത്തെ കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിത്തിരിച്ച് പുരുഷന്മാരായാലും സ്ത്രീകൾ അല്പമാണെങ്കിലും ഉപയോഗിച്ചുള്ളവർക്കറിയാം, അങ്ങനെ തെന്നിത്തിരിഞ്ഞു പോകും. എന്നാൽ ആത്മാവ് നിറഞ്ഞാൽ ആത്മാവിനനുസരിച്ചുള്ള നിയന്ത്രണം നടക്കും. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. ഞാനിപ്പോൾ ഈ സ്റ്റേജ് കയറിയപ്പോൾ പ്രാർത്ഥിച്ച് എൻ്റെ അടുത്തിരുന്ന ദൈവദാസനെ കൊണ്ട്, ആരെങ്കിലും ആകട്ടെ, ബേബിച്ചനായിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥന വാങ്ങിച്ചിട്ടാണ് ഞാൻ സ്റ്റേജിലേക്ക് വന്നത്. ആത്മനിറവുള്ളവൻ ആ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. ഒന്ന് പറയാം ഹല്ലേലൂയ. മദ്യത്തിൻ്റെയും ആത്മാവിൻ്റെയും സ്വാധീനത്താൽ വ്യക്തി അനുസരണ പ്രവർത്തികൾ ചെയ്യും. മദ്യം കുടിച്ചവൻ മദ്യത്തിൻ്റെ അനുസരിക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ പരിശുദ്ധാത്മാവിനെ അനുസരിക്കും. ആത്മാവോട് കൂടിയ ജീവിതം
വൈകാരിക ജീവിതമല്ല പ്രിയരെ. അതൊരിക്കലും ഒരു വൈകാരിക ജീവിതമല്ല. സ്വയത്തിൻ്റെ നിയന്ത്രണം വിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ മുന്നോട്ട് പോകുന്ന ജീവിതമാണ് വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും പക്വതയ്ക്കും ആത്മനിറവ് അത്യാവശ്യമാണ്, ഏറ്റവും അത്യാവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമുക്ക് ഉറപ്പ് നൽകും, നമുക്ക് നമ്മളെ നടത്തും, നമ്മളെ ബലപ്പെടുത്തും, കൃപയാൽ എല്ലാം നമുക്ക് തരും, നമ്മളെ പഠിപ്പിക്കും, ഭാവിയിൽ നമ്മളെ എടുത്ത് നല്ലതുപോലെ ഉപയോഗിക്കും. എന്നാൽ ഇനി പറയാൻ പോകുന്ന കാര്യം, പറഞ്ഞാൽ മാത്രമേ കൈ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ശരിയായൊരു ഫീല് കിട്ടുകയുള്ളൂ. സാത്താൻ്റെ കാര്യമല്ല, സാത്താൻ്റെയും പിശാചിൻ്റെയും ഒന്നും കാര്യമല്ല. എന്നാൽ ഭൂതങ്ങളുടെ കാര്യമാണ് ഇപ്പോൾ പറയേണ്ടി വരുന്നത്. ഭൂതങ്ങളുടെ കാര്യം അത് പിന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭൂതങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് തിരുവെഴുത്തുകൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിലേക്ക് പോയാൽ ഭൂതങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളുണ്ട്. അതിലൊന്ന്, അവർ ഭൂതങ്ങൾക്ക് ദൈവമല്ലാത്തവയ്ക്ക് തങ്ങൾ അറിയാത്ത ദേവന്മാർക്ക് ബലി കഴിച്ചു എന്നും അവരുടെ പിതാക്കന്മാർ അവയെ ഭജിച്ചിട്ടില്ല എന്നും അവ നൂതനമായി ഉത്ഭവിച്ച നവീന മൂർത്തികളാണെന്നും ആവർത്തന പുസ്തകത്തിൽ 32:17 ഭൂതങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ആവർത്തന പുസ്തകം 32:17, ലേവ്യ പുസ്തകം 17:7 സങ്കീർത്തന പുസ്തകം 106:37 ഭൂതങ്ങളെക്കുറിച്ച് പഴയ നിയമം പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ 13:21 ഭൂതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 34:14 യെശയ്യാവിൽ പറയുന്നുണ്ട്. യേശുക്രിസ്തു ഭൂതങ്ങളെക്കുറിച്ച് സ്പഷ്ടമായി പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോൾ മത്തായി 12 ചെന്നാൽ നിങ്ങൾക്ക് കാണാം. മത്തായി 12:27, 28 വാക്യങ്ങളിൽ ഞാൻ ബേൽസെബൂലിനെ കൊണ്ട്, മത്തായി 12:27, 28 വാക്യങ്ങൾ, ഞാൻ ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെക്കൊണ്ട് പുറത്താക്കുന്നു? അപ്പോൾ ഭൂതങ്ങൾ ഉണ്ടെന്ന് യേശു തന്നെയും പറഞ്ഞെന്നതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. യേശുക്രിസ്തു ഭൂതങ്ങളോട് സംസാരിക്കുകയും ഭൂതങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. യേശുക്രിസ്തു ഈ 2 അയച്ച ശിഷ്യന്മാർ മടങ്ങി വന്ന് ഭൂതങ്ങൾ തങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നും യേശുവിനെ അറിയിച്ച കാര്യം ലൂക്കോസിൻ്റെ 10:17 നമ്മൾ കാണുന്നുണ്ട്. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്ന്, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞത് ഇന്നലെയും ഇന്നും ഈ സ്റ്റേജിൽ നിന്ന് മുഴങ്ങിക്കേട്ടതാണ്. അപ്പസ്തോലന്മാർ ഭൂതങ്ങളെക്കുറിച്ച് പറഞ്ഞത് 1 കൊരിന്ത്യർ 10:20-21 ഭൂതങ്ങൾ എന്ന് പറയുന്നത് സാത്താൻ്റെ കുടുംബാംഗങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അർത്ഥം പറയാം. ഭൂതങ്ങൾക്ക്, പ്രിയപ്പെട്ടവരെ, ആളത്വമുണ്ട്. ഭൂതങ്ങൾക്ക് ബുദ്ധിയും കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള അത്ഭുതകരമായ കഴിവുമുണ്ട്. സുവിശേഷ ശുശ്രൂഷകർ, പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ, വളരെയേറെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരിൽ ഭൂതങ്ങൾ ആവസിച്ചത്, ഭൂതങ്ങൾ അവരുടെ അനുവാദമൊന്നും ചോദിക്കേണ്ട ആവശ്യവുമില്ല. അവരൊക്കെ ചിലപ്പോൾ രോഗങ്ങൾ കൊണ്ട് നിറയുന്നത്, ഭൂതങ്ങൾ ചിലപ്പോൾ രോഗാണുക്കളുടെ ശല്യം കൊണ്ട് മാത്രമല്ല, ഭൂതങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആക്കുകയും ചെയ്യാം. യേശുവിനെ തിരിച്ചറിയുകയും ദൈവപുത്രൻ എന്ന് വിളിക്കുകയും അങ്ങനെയുള്ള സമയത്തിന് മുമ്പേ തങ്ങളെ ദണ്ഡിപ്പാൻ വന്നുവോ എന്ന് ചോദിക്കുകയുമൊക്കെ യേശുവിനോട് ചെയ്തിട്ടുണ്ടല്ലോ ഭൂതങ്ങൾ. അവരെ പുറത്താക്കുന്നു എങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്ന് അപേക്ഷിച്ചത് മത്തായി 8:29, 30, 31 വാക്യങ്ങളിൽ. ഞങ്ങളെ നീ പുറത്താക്കരുത്, അങ്ങനെ അഥവാ പുറത്താക്കുന്നുവെങ്കിൽ ഞങ്ങളെ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്നാണ് അപേക്ഷിച്ചത്. അത് മത്തായി 8:29, 31 വാക്യങ്ങളിൽ. മർക്കോസ് 1:23, 24 വാക്യത്തിലും അത് നമ്മൾ വായിക്കുന്നു. ലൂക്കോസ് 4:35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിലും ഭൂതങ്ങളെ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്ന്, പന്നിക്കൂട്ടത്തിൽ കയറാൻ ഇഷ്ടപ്പെടുന്ന ഭൂതങ്ങൾ ആവശ്യപ്പെട്ടെന്ന് നമ്മൾ കാണുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 19, 13, 15 യാക്കോബ് 2:19 ഒക്കെ നമുക്ക് ഇത് കാണാൻ പറ്റും. ഭൂതങ്ങൾ, പ്രിയപ്പെട്ടവരെ, ആത്മജീവികളാണ്. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഭൂതങ്ങൾ
കൂട്ടത്തിൽ നിന്ന് നിലവിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 38, 39, 42 എന്നീ വാക്യങ്ങളിൽ കൂട്ടത്തിൽ നിന്ന് നിലവിളിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന മനുഷ്യരിൽ പ്രവേശിച്ചിട്ട് നിലവിളിക്കുകയും നുരയും പതയും വായിലൂടെ ഒഴുക്കിക്കൊണ്ട് ഇരിക്കുന്ന കസേരയിൽ നിന്നും മറിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്യുന്നത്, അത് ശുശ്രൂഷകന്മാരും വീഴും. ഇന്നായിരുന്നില്ല, ഭൂതങ്ങൾ ചിലപ്പോൾ 1 മാസമോ 2 മാസമായിട്ട് നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് പോകാതെ നമ്മളെ ഇട്ട് വട്ടം കറക്കുന്ന അവസരം ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഭൂതങ്ങൾ അനേകമുണ്ട്. ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അവർ അനേകമുണ്ട്. നിൻ്റെ പേരെന്ത്? മർക്കോസിൻ്റെ 5:9, മർക്കോസിൻ്റെ 5:9 നിൻ്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് എൻ്റെ പേർ ലഗിയോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. മർക്കോസിൻ്റെ 5:9. 6000-ഓളം വരുന്ന റോമൻ സൈന്യവ്യൂഹത്തിൻ്റെ പേരാണ് ലഗിയോൻ. ഒരു റോമൻ സൈന്യവ്യൂഹത്തെ ലഗിയോൺ എന്ന് പറയുന്നു. അതിൽ 6000 അംഗങ്ങളുണ്ട്. ഈ മർക്കോസ് 5:9 ലഗിയോൻ എന്ന് ഒരു ഭൂതം മറുപടി പറഞ്ഞപ്പോൾ, 2 ഭൂതമുണ്ടെങ്കിൽ ഈ 6000 എന്നുള്ളത് അതിൻ്റെ ഇരട്ടിയാകുമെന്ന് നമുക്കറിയാമല്ലോ. ഇവിടെ ലഗിയോന് കൃത്യമായ സംഖ്യാവിവക്ഷ ഒന്നും നമ്മൾ പറയുകയല്ല. അങ്ങനെ റോമൻ സൈന്യവ്യൂഹത്തിൽ 6000-ഓളം പേരുള്ള ഒരു സൈന്യവ്യൂഹത്തെ ലഗിയോൻ എന്ന് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കൃത്യമായിട്ടും ഒരാളിൽ 6000 ഭൂതം ഉണ്ടെന്നൊന്നും പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായില്ല. ഞാനങ്ങനെ പറഞ്ഞെന്ന് മാത്രം. അസംഖ്യമെന്ന ഒരു സാമാന്യ അർത്ഥം ഒരു ലഗിയോൺ എന്ന് പറയുമ്പോൾ നിരവധി എന്ന് ഒരർത്ഥം വിചാരിച്ചാൽ മതി. പിന്നെ പന്നികളിൽ ഓടിച്ചെന്ന് പ്രവേശിക്കത്തക്കവണ്ണം അവ അസംഖ്യമായിരുന്നു എന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഇനി ഭൂതങ്ങൾ വിദേഹാത്മാക്കളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ വിവിധ അഭിപ്രായങ്ങളുണ്ട്. ഭൂതങ്ങളുടെ ഉൽപ്പത്തിയെപ്പറ്റി ആദാമിന് മുമ്പുണ്ടായിരുന്ന ഒരു വർഗത്തിൻ്റെ ദേഹരഹിത ആത്മാക്കളാണെന്ന് ചിലരൊക്കെ ബൈബിൾ പണ്ഡിതന്മാരിൽപ്പെട്ട ചിലരൊക്കെ കരുതുന്നുണ്ട്. ചിലരുടെ അഭിപ്രായത്തിൽ അവർ ആദാമ്യ വംശത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ആയിരുന്നു. ഭൂതങ്ങൾ സാത്താൻ്റെ ദൂതന്മാരിൽ ഒരു വിഭാഗമാണെന്ന് നമ്മളിപ്പോൾ ഓർത്താൽ മതി. സാത്താൻ്റെ വിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ്. മരിച്ചുപോയ ദുഷ്ടാത്മാക്കളുടെ ആളത്വങ്ങളാണ് ഭൂതങ്ങൾ. ഒരു വീട്ടിൽ സദാസമയവും വഴക്കടിക്കുകയും സദാസമയം ചീത്തവാക്ക് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ഉണ്ടെങ്കിൽ, കള്ളു കുടിച്ചിട്ടില്ലെങ്കിൽ, ആ ആൾ കള്ളു കുടിച്ചിട്ടില്ലെങ്കിൽ അതോ അമിതമായി മദ്യപിച്ചിട്ടില്ലെങ്കിൽ ഭൂതാവേശമുള്ള വ്യക്തിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ലഗിയോൺ എന്ന് പറയുന്ന 1, 2, 8, 10 ഭൂതങ്ങൾ അവളെ ആവാസിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരതൊട്ട് സമ്മതിക്കുകയുമില്ല. ഒരു പനി വന്നു, ഉദാഹരണമാണ് പറയുന്നത്, ജലദോഷം വന്നു, കഫക്കെട്ട് വന്നു, ചുമ, അത് എല്ലാം മരുന്നും കുടിച്ച് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ മാറി ഒട്ടടുത്ത ആഴ്ചയിൽ വീണ്ടും ഇതേ രോഗം വരികയാണ്. 12 മാസത്തിൽ 144 തവണയും ഈ രോഗങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു വരുമ്പോൾ വേദപുസ്തക ന്യായമനുസരിച്ച് ഭൂതങ്ങൾ രോഗത്തെ പരത്തി ഭൂതാവാസം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില രോഗങ്ങൾ അങ്ങനെ സാമ്പത്തികമായ ഒരാവശ്യമില്ലാത്ത ക്രയവിക്രയങ്ങൾ ഒരാൾ നടത്തുന്നു എന്ന് വിചാരിക്കുക. നമ്മൾക്കിപ്പോൾ ഇന്നിപ്പോൾ ഉദാഹരണത്തിന് ടോണി പാസ്റ്റർ 4 മണിക്കുള്ള ട്രെയിനിൽ ആലുവയിലേക്ക് ട്രെയിനിൽ പോകും. ഇവിടുന്ന് ഉച്ചഭക്ഷണം കഴിച്ചിട്ടേ പോവുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു പൊതി കെട്ടി കൊണ്ടുപോവുകയെങ്കിലും ചെയ്യും. അല്ലാതെ പയ്യന്നൂർ ചെന്ന് കഴിക്കുക, ട്രെയിൻ നിർത്തുന്നിടത്ത് എന്തെങ്കിലുമൊക്കെ ആഹാരം കിട്ടുമ്പോൾ കഴിക്കുക. ഇങ്ങനെ തീറ്റപ്രിയനാകാൻ പാടില്ല. സദാ തീറ്റപ്രിയനാണെങ്കിൽ ഭൂതാവേശമുണ്ട്. രാവിലെ ഭക്ഷണം, ഉച്ചയ്ക്ക് ഭക്ഷണം, വൈകുന്നേരം ഭക്ഷണം, ഇതൊക്കെ എപ്പോഴും ഭക്ഷണപ്രിയനായിരിക്കുക, കൊറിച്ചുകൊണ്ടിരിക്കുക, തിന്നുകൊണ്ടിരിക്കുക,
അത് ഈ സംസാര രീതി പോലെ തന്നെ ഭൂതങ്ങളുടെ ഒരു പ്രവർത്തനമായിട്ട് നമ്മൾ കാണേണ്ടി വരും. ഭൂതാത്മാക്കൾ ദൈവഹിതം മനസ്സിലാക്കിക്കൊണ്ട് ദൈവഹിതത്തിൽ നിന്നും നമ്മളൊരു ഇഞ്ച് മാറിയാൽ അവൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും. മനുഷ്യ ശരീരങ്ങളെയും മൃഗശരീരങ്ങളെയും ഭൂതങ്ങൾ ഒരുപക്ഷെ പ്രവേശിച്ചെന്നിരിക്കും. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കാളയോ പശുവോ പൂച്ചയോ പട്ടിയോ കോഴിയോ എന്തിൽ വേണമെങ്കിലും ഈ ഭൂതാവേശം ഉണ്ടാകാൻ വളരെയേറെ സാധ്യതയുണ്ട്. അത് എല്ലാ മൃഗങ്ങളിലും ഉണ്ടെന്നല്ല പറയുന്നത്, ചില സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭൂതബാധയുള്ള മൃഗമാണ് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും. ഭൂതഗ്രസ്തന്മാർ കഠിനമായ രോഗങ്ങളാൽ ഭൂതത്താൽ ഗ്രസിക്കപ്പെട്ടവൻ കഠിനമായ രോഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നു. അത് ഇന്നതാണെന്ന് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. സുവിശേഷകന്മാർക്ക് ഭൂതബാധ ഉണ്ടായാൽ അവരും ദൈവവചനത്തെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ, അഥവാ അതിൻ്റെ എഴുത്തുകാരനായ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ വ്യാഖ്യാനിക്കുന്നതിന് പകരം അവരുടെ സ്വന്തം ഇഷ്ടമനുസരിച്ച് അവരെന്തെങ്കിലുമൊക്കെ ദൈവവചനത്തെ വ്യാഖ്യാനിച്ചെന്നിരിക്കും. അതെല്ലാം ഒരു തരം ഭൂതബാധ തന്നെയാണ്. അവരുടെ ഭാഷണങ്ങളിലും അങ്ങനെയൊക്കെ സംഭവിക്കാം. ഭൂതബാധ ഒരു യാഥാർത്ഥ്യമാണെന്ന് വേദപുസ്തകം പറയുന്നു. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താൻ്റെ ശല്യത്തെക്കുറിച്ചും ഭൂതങ്ങളുടെ ശല്യത്തെക്കുറിച്ചും നമുക്ക് ഒന്ന് സ്പഷ്ടമായി എന്തെങ്കിലും ഒന്ന് മനസ്സിലാവുക. ഒരാൾ കല്യാണം കഴിച്ചു, കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. 1 കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലം, 4 കൊല്ലം. അവർ ശ്രവിക്കുന്ന തിരുവചനത്തെക്കുറിച്ചും ആ തിരുവചനത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനങ്ങൾ തേടി അവർ ഓടി നടക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചിട്ട് ഇനി വേദപുസ്തകത്തിൽ നിന്നും വചനം ശ്രവിക്കുക. വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുന്ന, തെറ്റായി പഠിപ്പിക്കാതെ നേരായി പഠിപ്പിക്കുന്ന സഭകളോട് ചേർന്ന് നിൽക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ ഭൂതങ്ങൾ സ്വയം ഒഴിവായി പോകും. ക്രിസ്തുവിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞാൽ ഭൂതങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. എല്ലാവരും ഒന്ന് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം കർത്താവേ. അങ്ങയുടെ പുണ്യനാമത്തിന് ഏറെ മഹത്വമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, നന്ദി, നന്ദി. ദൈവമേ സ്തോത്രം, സ്തോത്രം കർത്താവേ. നിൻ്റെ ആത്മാവ് കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ. ഭൂതബാധ ഞങ്ങളിലുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂതബാധ ഞങ്ങളിലുണ്ടെങ്കിൽ യേശുവിൻ്റെ ആത്മാവിന് അവയെല്ലാം പുറത്തു പോകട്ടെ. യേശുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ ഇപ്പോൾ തെളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെല്ലാം ഇപ്പോൾ തന്നെ തെളിക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. യേശുവിൻ്റെ ആത്മാവ് കൊണ്ട് നിറയ്ക്കണം, യേശുവിൻ്റെ രക്തം കൊണ്ട് നിറയ്ക്കണം, യേശുവിൻ്റെ ശക്തി കൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുക. പാട്ടുകാർ പാടാൻ ഒരുങ്ങുന്ന സമയത്ത് എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യരായ എല്ലാ പാസ്റ്റർമാരും ഈ സമയത്ത് സ്തുതിച്ച് അഭിഷേക പൂർത്തി പ്രാപിച്ചുകൊണ്ട് ഈ പാട്ട് കഴിയുമ്പോൾ ഈ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വരണം. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന സാധാരണ ജനങ്ങൾ, അവരൊന്നും സാധാരണക്കാരല്ല, അവരെല്ലാം ക്രിസ്തുവിന് വേണ്ടപ്പെട്ടവരാണ്. അവരുടെ തലയിൽ ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ച് അവരിലേക്ക് അഭിഷേകം ഇറങ്ങുവാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഇടവരുത്തണം കർത്താവേ, നിനക്ക് വലിയ മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, നന്ദി, നന്ദി, നന്ദി. ദൈവമേ സ്തോത്രം കർത്താവേ. ദൈവമായി കർത്താവേ ഒന്ന് ഉറക്കെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, നന്ദി, നന്ദി, നന്ദി. ദൈവമേ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം പറയുന്ന കർത്താവേ. അത്ഭുതകരമായി അഭിഷേകം ഇറക്കണം, അത്ഭുതകരമായി അഭിഷേകം ഇറക്കണം, അത്ഭുതകരമായി അഭിഷേകം ഇറക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, നന്ദി, നന്ദി. ദൈവമേ സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം. യേശുവേ നന്ദി കർത്താവേ, നന്ദി, നന്ദി. ദൈവമേ സ്തോത്രം, സ്തോത്രം കർത്താവേ. യേശുവേ നന്ദി കർത്താവേ, നന്ദി, നന്ദി. ദൈവമേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ കസേരകളൊക്കെ അകറ്റിയിടുന്ന കാര്യവും ഇങ്ങനെ കൈവപ്പ് പ്രാർത്ഥന അത് ഭംഗിയായും സ്പീഡിലും
എന്നാൽ സ്പീഡിലും എന്നാൽ അനുഗ്രഹപ്രദമായും സംഭവിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക നിർദ്ദേശം കൊടുക്കുവാൻ വേണ്ടി ദയവായി അവരാച്ചൻ പാപ്പൻ ഇങ്ങോട്ട് വരണം. പാട്ട് കഴിയുന്നതിന് മുമ്പേ വന്നോ, പാടിക്കോ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കർത്താവിനെ മഹത്വപ്പെടുത്തി പാടുമ്പോൾ നിങ്ങളും ആ പാട്ടിലേക്ക് തീർച്ചയായിട്ടും ലയിച്ച് ചേരുക. ആ പാട്ടിലേക്ക് ഭംഗിയായിട്ട് ലയിച്ച് ചേരുക, ഭംഗിയായിട്ട് ലയിച്ച് ചേരുക. Mഴ പോലെ
ഉപദേശം പറയട്ടെ. ഇപ്പോൾ ആദ്യം ഇരിക്കുന്ന ഈ കസേരകളിൽ ഇരിക്കുന്ന സ്ത്രീകൾ മാത്രം ഇരുന്ന് രണ്ടാം നിലയിലുള്ളവർ നിൽക്കുക, ഒന്നാം നിലയിലുള്ളവർ ഇരിക്കുക. രണ്ടാം നിലയിലുള്ളവർക്ക് ഫ്രണ്ടിൽ ഇരിക്കുന്ന സ്ത്രീകളുടെ തലയിൽ പാസ്റ്റർമാർ വന്ന് കൈ വെക്കുമ്പോൾ ആ കൈ മുഴുവനും കൂടെ തലയുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാതെ ആ തലയുടെ പിൻഭാഗത്ത് ആ സ്ത്രീകൾക്ക് ഫ്രണ്ടിലിരിക്കുന്ന സ്ത്രീകളുടെ തലയുടെ പിൻഭാഗത്ത് കൈവെക്കുന്നത്, എന്നിട്ട് അവർ പ്രാർത്ഥിക്കുന്നത് ഒത്തിരി ഉറക്കെയല്ല, ലളിതമായി ശബ്ദം കുറച്ച് പ്രാർത്ഥിക്കുന്ന ഉചിതമാണ്. അതുപോലെ പുരുഷന്മാരും പാസ്റ്റർമാർ വന്ന് കൈ ഫ്രണ്ടിൽ വെച്ച് തലയുടെ ഫ്രണ്ടിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പുരുഷന്മാർ തൊട്ട് പുറകിലത്തെ നിലയിലുള്ളവർ ആ ഫ്രണ്ടിലിരിക്കുന്ന പുരുഷന്മാരുടെ തലയിൽ പിൻഭാഗത്ത് മെല്ലെ തൊട്ടുകൊണ്ട് അവരും കൂടെ പ്രാർത്ഥിക്കുന്ന ഉചിതമാണ്. അപ്പോൾ പാസ്റ്റർമാരിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അല്പം ശബ്ദത്തിൽ ദൈവത്തോട് ഒരു വാക്ക് രണ്ട് വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ച് രണ്ട് കൈയും കൊണ്ട് ഒരാളുടെ തലയിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ച് അടുത്തയാളുടെ അടുക്കിലോട്ട് പോകും. അപ്പോൾ തൊട്ടടുത്ത് വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷേ നിൽക്കുന്ന സ്ത്രീകൾക്ക് ആ മുഴുവൻ നേരവും പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിക്കും. പ്രാർത്ഥന 100 മണിക്കൂർ തികയാൻ പോകുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒട്ടും കുറവ് വരാതെ പാസ്റ്റർമാരുടെ പ്രാർത്ഥനയും ദൈവജന പരസ്പരമുള്ള പ്രാർത്ഥനയും, ഇവരാണെങ്കിൽ ഈ സ്നേഹം പാടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിശബ്ദത്തിലും ഓർഗൻ്റെ കടുകട്ടിയായ സ്വരത്തിലും പാടുകയില്ല. അങ്ങനെ ഇവിടെ പാടിയാൽ ആ പാട്ട് മാത്രമേ ഇവിടെ മുഴങ്ങുകയുള്ളൂ. അത് സിമ്പിളായിട്ട് ശബ്ദം കുറച്ച് ഇവരും ഇവരുടേതായ ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ വീണ്ടും പറയട്ടെ, ഓർഗനെന്ന ഉപകരണം പിച്ച് ശരിയാകണമെങ്കിൽ ഓർഗണോ എന്തെങ്കിലും ഉപയോഗിക്കണം. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചോട്ടെ, പക്ഷേ അതിൻ്റെ വലിയൊരു ശബ്ദകോലാഹലം ഇല്ലാതെ എല്ലാവർക്കും മനസ്സിലായി എന്ന് മനസ്സിലാക്കുന്നു. ഇരിക്കുന്നവരും നിൽക്കുന്നവരും ഒന്ന് കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കുറച്ച് ശബ്ദത്തിൽ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം കർത്താവേ. അന്യഭാഷയിൽ ഇപ്പോൾ സംസാരിക്കുവാനും പാടുവാനും ഒക്കെ സാധിക്കത്തക്കണം എല്ലാവരിലേക്കും കൃപാവരങ്ങളെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, നന്ദി. ദൈവമേ സ്തോത്രം കർത്താവേ. ദർശനങ്ങളും പ്രവചനങ്ങളും ഈ ശുശ്രൂഷ സമയത്ത് ഇവിടെ എല്ലാവരിലേക്കും വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദർശനങ്ങളും പ്രവചനങ്ങളും ഈ ശുശ്രൂഷ സമയത്ത് എല്ലാവരിലേക്കും വ്യാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, നന്ദി. ദൈവമേ സ്തോത്രം കർത്താവേ, സ്തോത്രം. ഈ കൈവെപ്പ് പ്രാർത്ഥന പെട്ടെന്ന് തീരും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ദർശനങ്ങളും പ്രവചനങ്ങളും ഉള്ളവർക്ക് പറയുവാനും അത് വ്യാഖ്യാനിക്കാനും സമയത്തിന് ലഭ്യത അനുസരിച്ച് ഒരു സാഹചര്യം കൂടെ ഉണ്ടാകും. ഇപ്പോൾ ഷാജി പാസ്റ്റർ ഒരു കൂട്ടം പാസ്റ്റർമാർ ഇങ്ങനെയും മറുകൂട്ടം ആളുകളെ ഈ ഇടതുവശത്ത് പുരുഷന്മാരുടെ നേരെ നയിച്ചാട്ടെ. ഇന്നായിരുന്നില്ല, ആര് വേണേലും പ്രാർത്ഥിച്ചുകൊണ്ട് പോയിക്കോട്ടെ. ആര് വേണേലും പ്രാർത്ഥിച്ചുകൊണ്ട് പോയിക്കോട്ടെ. അടുത്ത ആളിനെ ഇപ്പുറത്തോട്ട് വിട്ടു. ആദ്യത്തെ ആൾ പ്രാർത്ഥിച്ച് വേഗം കിടക്കണം. അപ്പോൾ അടുത്ത ആൾ വരും. യേശുവേ സ്തോത്രം. മറ്റെല്ലാവരും ഒന്ന് ദൈവത്തെ സ്തുതിച്ചോണമേ. ഹൃദയം കൊണ്ടും അധരം കൊണ്ടും ശബ്ദം കുറച്ചും എല്ലാം പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ച് സ്തുതിച്ചോണം. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, നന്ദി. അഭിഷേകം പകരു കർത്താവേ. പരിശുദ്ധാത്മാവിനെ പകരു കർത്താവേ. 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 അഭിഷേകം പകരണമേ കർത്താവേ. പരിശുദ്ധാത്മാവിനെ പകരണമേ കർത്താവേ. അഭിഷേകം പകരണമേ കർത്താവേ. പരിശുദ്ധാത്മാവിനെ പകരണമേ കർത്താവേ. അഭിഷേകം പകരണം കർത്താവേ. പരിശുദ്ധാത്മാവിനെ പകരണമേ കർത്താവേ. അഭിഷേകം പകരണമേ. സ്പർശിക്കണം കർത്താവേ. ഒന്ന് അവർക്കൊരു ഉമ്മ കൊടുക്കണം കർത്താവേ. യേശുവേ ഒരു ഉമ്മ കൊടുക്കണമേ. ഒരു തട്ടി മുട്ടി ഒരു അനുഭവം കൊടുക്കണം
കൊടുക്കണമേ. ഉള്ളിലൊരു അനുഭവം, പുറമേ ഒരു അനുഭവം, ശക്തമായ ഒരു അനുഭവം, അഭിഷേകം, ശക്തമായ അനുഗ്രഹവും അഭിഷേകവും എൻ്റെ യേശു കൊടുക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവ്. എൻ്റെ പ്രത്യേക എൻ്റെ യേശുവെ അങ്ങനെ പ്രത്യേക അഭിഷേകം, ശക്തമായ അഭിഷേകം, അതിശക്തമായ അഭിഷേകം യേശുവെ നൽകണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി കർത്താവെ, നന്ദി, നന്ദി. അഭിഷിക്തരെ നീ ഉപയോഗിക്കുന്നതിന് നന്ദി കർത്താവെ. ആരാധിക്കുന്ന കർത്താവെ, മഹത്വപ്പെടുത്തുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി കർത്താവെ, നന്ദി, നന്ദി. ദൈവമേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തുതിച്ച് മഹത്വപ്പെടുത്തി